السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال إبراهيم رب اجعل هذا بلدا آمنا وارزق أهله من الثمرات من آمن منهم بالله واليوم الآخر قال ومن كفر فأمتعه قليلا ثم أضطره إلى عذاب النار وبئس المصير. സഹോദരന്മാരെ, സഹോദരികളെ, ആദരണീയ മാസങ്ങളിലൊന്നായ ദുൽഖഅദയിൽ ആദരണീയമായ പവിത്രമായ പുണ്യമാക്കപ്പെട്ട മക്കയെക്കുറിച്ച് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ അത് സംബന്ധിച്ച് പഠിക്കുകയാണ് നാം ഇപ്പോൾ ചെയ്യുന്നത്. വിശ്വാസികളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മക്ക എന്ന ചിന്ത കുടികൊള്ളുന്നു. അവിടെയൊന്ന് പോകാൻ, കഅബയൊന്ന് തവാഫ് ചെയ്യാൻ, മുസ്ദലിഫയിലൊന്ന് രാപ്പറക്കാൻ, മിനയിൽ ജംറകളിൽ ഒന്ന് എറിയാൻ, അറഫയിലൊന്ന് നിന്ന് കണ്ണീരൊലിപ്പിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഏതൊരു വിശ്വാസിയുടെയും മനസ്സ് മന്ത്രിക്കുന്ന സന്ദർഭമാണിത്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വിവിധ വഴിയിലൂടെ ആളുകൾ മക്കയിലെത്തിക്കൊണ്ടിരിക്കുന്നു. സമാനമായ ഒരു ഗേഹം, കേന്ദ്രം ലോകത്ത് വേറെ ഇല്ല. ഇതൊരു വസ്തുതയാണ്, അനിഷേധ്യമായ വസ്തുതയാണ്. ചില സ്ഥലങ്ങൾക്കും സമയങ്ങൾക്കും പ്രദേശത്തിനും അല്ലാഹു വിശുദ്ധി, പവിത്രത, ആദരണീയത കൽപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച വിശുദ്ധമായ ഒരു ദിവസമാണ്. ലൈലത്തുൽ ഖദർ വിശുദ്ധമായ ഒരു രാവാണ്. റമളാൻ വിശുദ്ധമായ ഒരു മാസമാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ് ഈ 4 മാസങ്ങളും ആദരണീയമായ പവിത്രമായ മാസങ്ങളാണ്. മക്ക പവിത്രമായ, വിശുദ്ധമായ, പുണ്യമുള്ള സ്ഥലമാണ്. മുസ്ലിമീങ്ങൾക്ക് തീർത്ഥാടനം, പുണ്യം ഉദ്ദേശിച്ച് യാത്ര ചെയ്യാൻ 3 സ്ഥലങ്ങളേ ഉള്ളൂ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കുകയും ചെയ്തു. ലാ തുശദ്ദുർ റിഹാലു ഇല്ലാ ഇലാ 3 മസാജിദ. 3 പള്ളികളിലേക്കല്ലാതെ പുണ്യം ഉദ്ദേശിച്ച് തീർത്ഥാടനം ലക്ഷ്യം വെച്ച് യാത്രാവാഹനം അല്ലെങ്കിൽ യാത്ര അരുത്. മുസ്ലിമീങ്ങൾ ഇക്കാര്യം പാലിക്കുന്നില്ല എന്നുള്ളത് വേറെ ഒരു കാര്യം. ഒലക്കക്ക് ചുറ്റിട്ടതുപോലെ
പരിശുദ്ധ കഅബാലയത്തിലേക്ക് അല്ലെങ്കിൽ മക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് 900 മസാറുകളിൽ സന്ദർശിച്ചിട്ടാണ് ചിലർ മക്കത്തേക്ക് വന്നത്. ഹജ്ജോ ഉംറയോ സിയാറയോ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നാൽ പിന്നെയും ഒന്ന് മമ്പറത്തോ അല്ലെങ്കിൽ അതുപോലത്തെ കേന്ദ്രങ്ങളിലൊക്കെ പോയി സായുജ്യമടയുന്നു മനുഷ്യരിൽ പലരും. രസകരമായൊരു സംസാരം മുമ്പുണ്ടായിരുന്നു. മക്കത്തെത്തിയപ്പോൾ ഒരു പരമസാധു പറയുന്നു, മമ്പറത്തെ തങ്ങളെ കഅബല്ല കാണുന്നത്. എന്താ പിന്നെ എൻ്റെ കഥ? കടലിൽ പോയാലും കപ്പിക്കപ്പിയെ കുടിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ ആ മനുഷ്യൻ്റെ കഥയൊന്നും പറയാൻ വേറെയില്ല. ഏതായാലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണിശമായി പഠിപ്പിക്കുന്നു, ലാ തുശദ്ദുർ റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ. 3 കേന്ദ്രങ്ങളിലേക്കല്ലാതെ 3 പള്ളികളിലേക്കല്ലാതെ തീർത്ഥാടനം ഉദ്ദേശിച്ച് പോകാൻ പറ്റില്ല. അങ്ങനെ വാഹനം ഒരുക്കി പോകാൻ പറ്റില്ല. ഏതൊക്കെയാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ പള്ളിയിൽ അല്ലെങ്കിൽ മദീനയിൽ കഴിച്ചു കൂട്ടുന്ന കാലത്താണ് ഈ കാര്യം പറയുന്നത്. ഒന്ന് പറയുന്നത് മസ്ജിദുൽ ഹറാം, ഒന്നാമത്തെ പള്ളി മസ്ജിദുൽ ഹറാം എന്ന് തന്നെ, അഥവാ മക്കത്തെ പള്ളി. പിന്നെ വ മസ്ജിദി ഹാദ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പണിതുയർത്തിയ ഈ മദീനത്തെ പള്ളി. വ മസ്ജിദുൽ അഖ്സ, ഫലസ്തീനിലെ ജെറൂസലമിലെ മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മഖ്ദിസ് എന്നൊക്കെ പറയാം. ആ ആദരണീയമായ പള്ളി. ഈ 3 സ്ഥലവും, ഈ 3 പള്ളിയും ഉണ്ടാക്കിയത് അമ്പിയാക്കളാണ്, പ്രവാചകന്മാരാണ്, സാധാരണ മനുഷ്യന്മാരല്ല. പ്രവാചകന്മാരുണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ കഅബാലയം, കഅബ അത് ഇബ്രാഹിം നബി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആലങ്കാരിക പ്രയോഗമല്ല. അപ്പം നമ്മൾ സാധാരണ പറയാറുണ്ട് താജ്മഹൽ ഉണ്ടാക്കിയത് ഷാജഹാനാണെന്ന്. ഷാജഹാൻ താജ്മഹൽ ഉണ്ടാക്കിയത്, മൂപ്പരതിൻ്റെ പൈസ കൂലിക്കാർക്ക് കൂലി കൊടുത്തിട്ടുള്ളൂ, പണിയൊക്കെ എടുത്തത് വേറെ പണിക്കാരാ. എന്നാൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കഅബ പണിതു പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അതിൻ്റെ കല്ലിൻ്റെ പണിയും മരത്തിൻ്റെ പണിയും അതിൻ്റെ തറയും അതിൻ്റെ പ്ലാനിങ്ങും എല്ലാം അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം, അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും സഹായത്തിന് മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമുമാണ്. ലോകത്ത് ഒന്നാമതായി പണിതുയർത്തിയ ഭവനം, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഒന്നാമതായി പണിതുയർത്തിയ ഭവനം, അത് മക്കത്തെ പള്ളിയാണ്. സംശയലേശമന്യേ അള്ളാഹു പറയുന്നു, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്, ജനങ്ങൾക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രഥമ ഗേഹം, ഒന്നാമത്തെ ഭവനം, അതിലല്ലദീ ബിബക്കത്ത, മക്കയിലുള്ള ഈ ഭവനമാണ്. മക്കയ്ക്ക് വിവിധങ്ങളായ പേരുകളുണ്ട്, അതൊക്കെ അതിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. മക്ക, ബക്ക, ഉമ്മുൽ ഖുറ, അൽ ബൈത്തുൽ അമീൻ, അതുപോലെ തന്നെ മറ്റ് നാമങ്ങളും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുന്നത് കാണാൻ കഴിയും. ഈ ബക്കയെക്കുറിച്ച് ലല്ലദീ ബി ബക്ക, ഈ മക്കയിലുള്ള ബക്കയിലുള്ള ഇവിടെയുള്ള ഗേഹമാണ്, മസ്ജിദുൽ ഹറാമാണ് ഒന്നാമതായി ഉണ്ടാക്കിയ ഭവനം. മുബാറക്കൻ വഹുദൻ ലിൽ ആലമീൻ, അനുഗ്രഹപൂർണവും അതുപോലെ തന്നെ ലോകർക്ക് ഒരു മാർഗദർശനവുമായിക്കൊണ്ടാണ് ഈ ഭവനം. ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ, അവിടെ വളരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിന്ന് പ്രവർത്തിച്ച കേന്ദ്രവുമുണ്ട്. വമൻ ദഖലഹു കാന ആമിന, ഈ മക്കയിൽ ഏകദേശം 100 ചില്ലാനം കിലോമീറ്ററിലധികം, 100 ചില്ലാനത്തിലേറെ, 100-ലേറെ 127 കിലോമീറ്റർ ഈ കഅബയ്ക്ക് ചുറ്റും ഹറം, ആമിൻ, നിർഭയമായ പവിത്രമായ വിശുദ്ധമായ കേന്ദ്രമാണ്.
അവിടേക്ക് ആര് പ്രവേശിച്ചാലും കാനാമിന നിർഭയനായി. ഒരുത്തൻ കൊലയാളിയായിട്ട് ഇവിടെ പ്രവേശിച്ചാൽ ഇതിനകത്തുനിന്ന് അതിന് പ്രതികാരം ചെയ്യാൻ പറ്റില്ല. അതൊക്കെ പുറത്ത്. ഇതിൻ്റെ ഇടയിൽ യുദ്ധമോ കശപിശയോ സംഘട്ടനമോ മറ്റേതെങ്കിലും സംഘർഷമോ ഒന്നും പറ്റില്ല. അത്ര നിർഭയമായൊരു കേന്ദ്രം. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത്, ജനങ്ങളുടെ ഒരു ബാധ്യതയാണ് ഈ വീട് സന്ദർശിക്കുക എന്നുള്ളത്. ഇത് ബൈത്തുള്ള എന്നും ഈ വീടിനെ പറ്റി പറയുന്നു. അള്ളാഹുവിൻ്റെ ഭവനം, അത് സന്ദർശിക്കൽ സാമ്പത്തികമായും ശാരീരികമായും യാത്രാ വിഷയത്തിലും ശേഷിയുള്ള സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. അതൊന്ന് പോയി കാണൽ. മനിസ്തതഅ സബീല, അതിന് സാധിക്കുന്ന മാർഗം തെളിഞ്ഞു കിട്ടുന്ന, മാർഗം തെളിയെന്ന് പറഞ്ഞാൽ ഒന്ന് സാമ്പത്തികം വേണം, മറ്റൊന്ന് ശരീരം കൊണ്ടും കഴിയണം, അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളിൽ നിന്ന് മുക്തമാവുകയും വേണം. അങ്ങനെ ഉള്ള ഒരു സാഹചര്യം ഒരാൾക്ക് ഒത്തുകിട്ടിയാൽ അയാൾ അവിടെ പോകണം, കർമ്മങ്ങൾ നിർവഹിക്കണം. വമൻ കഫറ, ഇതൊക്കെ നിഷേധിച്ച് കളയുന്നവൻ അവിടെ പോയിട്ട് ചിലർക്ക് ഇതൊന്നും പുറസത്ത് പോരാ. എന്താപ്പത്, ഇതാപ്പോൾ വലിയ കോള്, കുറേ മണ്ട, കുറേ വലം വയ്ക്കുക, പിന്നെ എറിയ, ഇതൊക്കെ ഏർപ്പാട് എന്ന് പറഞ്ഞ് അങ്ങനെയുണ്ട് മനുഷ്യന്മാർ. അന്നാസ്വജനാസ്, മനുഷ്യന്മാർ പല കോലത്തിലാണ്. എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കണമെന്നില്ല. ചിലർ ഇത് ക്യാഹേ എന്ന രീതിയിൽ ഇതിനെ തള്ളിപ്പറയുകയാണെങ്കിൽ അള്ളാഹു പറയുന്നു വമൻ കഫറ, ഇതാരെങ്കിലും നിഷേധിച്ച് തള്ളുകയാണെങ്കിൽ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, ആളുകളെ ആശ്രയിച്ച് ജീവിക്കുന്നവനല്ല അള്ളാഹു. അവൻ പരാശ്രയമുക്തനാണ്, ആരെയും അവൻ ആവശ്യമില്ല, എല്ലാ അർത്ഥത്തിലും അവൻ ഏകനാണ് എന്ന് അള്ളാഹു കണിശമായ ഭാഷയിൽ ഓർമ്മിപ്പിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. വിശ്വാസികൾ നേരത്തെ പറഞ്ഞാൽ അവരുടെ മനസ്സിൻ്റെ കോണിൽ അതെന്നും കുടികൊള്ളുന്നു. നിസ്കാരത്തിൽ ഖിബ്ല ഈ മസ്ജിദുൽ ഹറാം അല്ലെങ്കിൽ കഅബയുടെ നേരെയാണ് തിരിഞ്ഞു നിൽക്കുന്നത്. ലോകത്തുള്ള മുഴുവനും വിശ്വാസികൾ, മുസ്ലിമീങ്ങൾ, അതൊരു സവിശേഷത തന്നെയാണ്. ഇത്തരം ഒരു സെറ്റപ്പ്, ഒരു സംവിധാനം വേറെ രംഗങ്ങളിൽ, വേറെ മാർഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഇതിൻ്റെ ദൈവീകത മനസ്സിലാക്കാൻ ഇത് ഉതകും. ശ്രദ്ധേയമായ ഒന്ന്, എവിടെയൊക്കെ മനുഷ്യന്മാർ ഭൂമിയിലുണ്ടോ അവർ മുഴുവനും നമസ്കാര വേളയിൽ അങ്ങോട്ടാണ് തിരിയുന്നത്. അതവൻ സ്വമേധയാ ചെയ്യുന്നു. ഇനി അവൻ്റെ ഇച്ഛയില്ലാതെ ഉള്ള ഒരു പരിപാടി ഉണ്ട്. അതെന്താ പറയുക, മരിച്ച് മറമാടി അങ്ങനെ ഖബറിൽ വെച്ച് മറമാടുമ്പോഴും അവൻ്റെ ദിശ ഈ ഖിബിലയുടെ നേരെ തന്നെയാണ്. രോഗികൾക്ക് അങ്ങനെ വേണമോ വേണ്ടയോ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. ചിലർ രോഗം അങ്ങ് ആസന്നമായ രോഗിയാണെങ്കിൽ ഖിബിലയുടെ നേരെ തിരിച്ചു കിടത്തണമെന്ന് പറയപ്പെടുന്നു. പക്ഷെ അനിവാര്യമല്ല എന്നതും നാം മനസ്സിലാക്കണം. ഏതായാലും മറമാടുന്നത് ഇത്തരം ഒരു സംവിധാനത്തോടു കൂടിയാണ്. നമസ്കാരം അത് ഈ ഖിബിലയുടെ നേരെ തിരിഞ്ഞിട്ട് കഅബയുടെ നേരെയാണ് നമ്മൾ നിൽക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി. അങ്ങനെ അവിടെ ഇന്ന് നമസ്കാരത്തിന് നിർബന്ധമായതിന് ശേഷം ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു തിരിഞ്ഞിരുന്നത്. പക്ഷേ റസൂലുള്ളാഹിക്കൊരാഗ്രഹമുണ്ടായിരുന്നു, ഇതൊന്ന് കഅബയുടെ നേരെയാകണമെന്ന അങ്ങേയറ്റത്തെ ആഗ്രഹം. പക്ഷേ നബിയൊന്നും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റില്ല. ഞാനല്ലേ നബി, ഞാനാണ് നടപ്പിലാക്കും. ഇല്ല, അത് പറ്റില്ല. അള്ളാഹു പറയും, നബി അപ്പോൾ അത് നടപ്പിലാക്കും. 16-17 മാസത്തോളം ഈ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചുകൂട്ടി. ഒരിക്കൽ നമസ്കരിക്കുന്ന വേളയിൽ അതാ പറയുന്നു, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദുൽ ഹറാം, ഇനി മുതൽക്കിതാ മസ്ജിദുൽ ഹറാമിൻ്റെ ഈ പവിത്ര ഭവനിൻ്റെ മസ്ജിദുൽ ഹറാമിന് നേർക്ക് നീ നിൻ്റെ മുഖം തിരിക്കുക. വിശ്വാസികളോട് ആകമാനമുള്ള അഭിസംബോധനയാണ്. നിസ്കാരത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ നേരെ തിരിച്ചു. അങ്ങനെ 2 ഖിബില ഉള്ള ഒരു പള്ളി തന്നെ അവിടെ അറിയപ്പെടുന്നത് അവിടെ പോയവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, റസൂലിനോട് കൽപ്പിച്ചത്, ആ സമയത്ത് റസൂലുള്ള നിർവഹിച്ചത്, ഇതൊക്കെ നാം മനസ്സിലാക്കി. റസൂലുള്ളാഹിനോട് ചോദിച്ചു, അയ്യു മസ്ജിദിൻ വുദിഅ ഫിൽ അർളി അവ്വൽ, ആദ്യമായി ഈ ഭൂമിയിൽ ഒന്നാമതായി ഉണ്ടാക്കിയ പള്ളി ഏതാണ്? റസൂലുള്ള പറഞ്ഞു, അൽ മസ്ജിദുൽ ഹറാം.
മസ്ജിദുൽ ഹറാം തന്നെയാണ്. അതുതന്നെയാണ് അതിൻ്റെ പ്രത്യേകത. പടച്ച റബ്ബിനെ, ഈ പ്രപഞ്ചനാഥനെ ആരാധിക്കുവാൻ ഈ ഭൂമുഖത്ത് ഒന്നാമതായി ഉണ്ടാക്കപ്പെട്ട കേന്ദ്രീകൃതമായ രൂപം ലഭിച്ചിട്ടുള്ള ഒന്ന് അത് മക്കയിലെ മസ്ജിദുൽ ഹറാം തന്നെ. ചില ഗവേഷകന്മാർ പറയുന്നു, ഭൂമി ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടാകും, പഠിച്ചിട്ടുണ്ടാകും, ഭൂമി എല്ലാം കൂടി ഒരു പിണ്ഡമായിരുന്നു എന്നാണ്. പിന്നീട് അത് പല പ്രകൃതി പ്രതിഭാസങ്ങളുടെയും ഫലമായി 7 ഭൂഖണ്ഡമായി മാറി. ഇത് നേരത്തെ ഒരൊറ്റ ഖണ്ഡമായിരുന്നു എന്നാണ്. ആ ഖണ്ഡത്തിൽ ഭൂമി ആദ്യം കരയായി ഉരുത്തിരിഞ്ഞത് ഈ കഅബയായിരുന്നു, അല്ലെങ്കിൽ കഅബ ഉള്ള ഈ മക്കയായിരുന്നു എന്ന് പറയപ്പെടുന്നു. ആയത്തുകളുടെയും ഹദീസുകളുടെയും നേർക്കുനേരെയുള്ള പ്രതിപാദനമില്ല എന്നതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് തറപ്പിച്ച് പറയാൻ നിർവാഹമില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇത് ഒന്നാമത്തെ ഭവനമാണ് പടച്ചോൻ ആരാധിക്കാൻ. ചിലർ അത് മലക്കുകളാണ് ഉണ്ടാക്കിയത്, അല്ല ആദം നബിയാണ് ഉണ്ടാക്കിയത് എന്നിങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളുണ്ട്. ഏതായാലും ഇത് പ്രഥമ ഭവനം തന്നെ എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കേന്ദ്രത്തെക്കുറിച്ച് അള്ളാഹു ഒരു പുതിയ പേര് കൂടി നൽകിക്കൊണ്ട് പറയുന്നു, വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക്കുൻ മുസദ്ദിഖുല്ലദീ ബൈന യദൈഹി. ഇതാ ജ്ഞാനം അവതരിപ്പിച്ച നന്മ നിറഞ്ഞ ഒരു ഗ്രന്ഥം. ഖുർആനെ കുറിച്ചാണ് പറയുന്നത്. മുബാറക്കു, നന്മ നിറഞ്ഞൊരു ഗ്രന്ഥം. മുസദ്ദിഖുല്ലദീ ബൈന യദൈഹി, പൂർവീക ഗ്രന്ഥങ്ങളെ അത് സത്യപ്പെടുത്തുന്നു. ഖുർആൻ്റെ ഒരു പ്രത്യേകത, പൂർവീക ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ പോലെയുള്ള അമ്പിയാക്കന്മാർക്ക് ലഭിച്ചിട്ടുള്ള പൂർവീക ഗ്രന്ഥങ്ങൾ, അതിലുള്ള കൈകടത്തലുകൾ, മാറ്റത്തിരുത്തലുകൾ വരുന്നതിന് മുമ്പുള്ള എല്ലാ പ്രതിപാദനവും വിശുദ്ധ ഖുർആൻ അപ്പടിമ്പി ആ ഫിൽമിയ അംഗീകരിക്കുന്നു. കൈകടത്തലിന് ശേഷമല്ല, അതിന് മുമ്പത്തേത്. അത് കംപ്ലീറ്റ് ഖുർആൻ അങ്ങനെ തന്നെ സത്യപ്പെടുത്തുകയാണ്. മുമ്പ് അമ്പിയാക്കന്മാർക്ക് വേദങ്ങൾ ലഭിച്ചിട്ടുണ്ട്, മുമ്പ് അമ്പിയാക്കന്മാർ വന്നിട്ടുണ്ട്. ഈ അമ്പിയാക്കന്മാരിലും വേദങ്ങളിലും വിശ്വസിക്കലും നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ ആ വേദങ്ങളിലൊക്കെ വന്ന കാര്യം ഖുർആൻ അംഗീകരിക്കുന്നു. വലിതുന്ദിറ ഉമ്മൽ ഖുറാ, അതിൻ്റെ പുറമെ ഉമ്മുൽ ഖുറയെ അത് താക്കീത് നൽകുകയും ചെയ്യുന്നു. ഉമ്മുൽ ഖുറയെ താക്കീത് നൽകുവാനും കൂടിയാണ് ഈ ഗ്രന്ഥം. വമൻ ഹൗലഹ, ഉമ്മുൽ ഖുറയുടെ ചുറ്റോടിയിട്ടും. ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞാൽ അത് ഈ കഅബയുടെ ഒരു, അല്ലെങ്കിൽ മക്ക, കഅബ നിലകൊള്ളുന്ന, ഈ ഹിജാസ് സംസ്ഥാനത്തിൽ കഅബ നിലകൊള്ളുന്ന, മസ്ജിദുൽ ഹറാം നിലകൊള്ളുന്ന ഈ 127 കിലോമീറ്ററോളം ഹറമായി പവിത്രീകരിക്കപ്പെട്ട ആ ഏരിയ, അതിനെക്കുറിച്ചാണ് ഉമ്മുൽ ഖുറ എന്ന് പറയുന്നത്. കഅബയും മസ്ജിദുൽ ഹറാമും ഉൾപ്പെടെയുള്ള ഈ വിശാലമായി കിടക്കുന്ന ഏരിയ, ആ നാടിനെയാണ് മാതൃനഗരി എന്ന് മലയാളത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഉമ്മുൽ ഖുറ പറഞ്ഞാൽ മാതൃനഗരിയും എന്ന് പറഞ്ഞാൽ നഗരങ്ങളുടെ, ഗ്രാമങ്ങളുടെ മാതൃത്വം ഈ ഭൂമിക്ക്, ഈ പ്രദേശത്തിനാണ്. ഇത് ഒരു പക്ഷേ നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെടുത്താം, വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. നമുക്ക് അള്ളാഹും അവൻ്റെ റസൂലും പറഞ്ഞത് തന്നെയാണ് എമ്പാടും മതി. ഇവിടെ ഉമ്മുൽ ഖുറയിലെ ജനങ്ങളെ താക്കീത് നൽകാൻ വമൻ ഹൗലഹ, അതിൻ്റെ ചുറ്റോടിറ്റും. അങ്ങനെ ഉമ്മുൽ ഖുറയെ ഭൂമിയുടെ ഒരു സെൻറ്ററായി കാണുകയും ചുറ്റോടിറ്റുമുള്ള പ്രദേശങ്ങളിലേക്ക് വെളിച്ചം വിതറുന്നൊരു കേന്ദ്രമായി കാണുകയും ചെയ്യുന്നു. വല്ലദീന യുഅ്മിനൂന ബില്ലാഖിറത്തി, പരലോകത്തിൽ വിശ്വസിക്കുന്ന, യുഅ്മിനൂന ബിഹി, വല്ലദീന യുഅ്മിനൂന ബില്ലാഖിറത്തി യുഅ്മിനൂന ബിഹി വഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, അവർ അവരുടെ നമസ്കാരം ഏറെ ഭംഗിയായി സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്നവരുമാണ് എന്ന്. അപ്പോൾ ഇവിടെ ഒരു പുതിയ പേര് ഖുർആൻ പഠിപ്പിക്കുന്നു, ഉമ്മുൽ ഖുറ എന്നും. ഈ ഖുറയെ, ഈ പ്രദേശത്തെ അല്ലാഹു തആല ഏറെ അതിൻ്റെ പ്രഥമ നാളിൽ തന്നെ സംരക്ഷിക്കുകയും വിശുദ്ധി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയും. ബുഖാരിയിലും മുസ്ലിമിലും മറ്റ് ഹദീസുകളിലൊക്കെ കാണാൻ കഴിയും. ഇത് പ്രദേശം പോയി കണ്ടാൽ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാവുള്ളൂ. ചുറ്റുഭാഗവും പർവ്വതങ്ങൾ കൊണ്ട്
പൊതിയപ്പെട്ട ഒരു ഏരിയ, ഒരു വാദിയിൽ, ഒരു താഴ്വരയിൽ ഈ കഅബ. അതാണ് ഇതിൻ്റെ ഒരു അവിടെ ഈ വിശുദ്ധ ഭവനം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഏരിയയിൽ തന്നെയാണ്, ഈ ഹറമിൽ തന്നെയാണ് ഭൂജാതനായതും എന്നതും ശ്രദ്ധേയമായൊരു കാര്യമാണ്. നോക്കൂ, ആ പ്രദേശത്തെക്കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ ഹറമ മക്കത്ത യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ഇതൊരു ശ്രദ്ധേയമായ നബിവചനമാണ്. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അന്നു മുതൽക്ക് തന്നെ അല്ലാഹു തആല ഹറമാക്കി മക്കയെ. ഹറം എന്ന് പറഞ്ഞാൽ പവിത്രം, ആദരണീയം, വിശുദ്ധം, പുണ്യകരം എന്നൊക്കെയാണ് ഹറം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഈ പ്രപഞ്ചത്തിൻ്റെ ഭൂമിയും അതുപോലെ തന്നെ ആകാശങ്ങളൊക്കെ ഉരുവപ്പെട്ട് പ്രവർത്തന രംഗത്ത് വന്ന അന്ന് മുതൽക്ക് തന്നെ ഇതിനെ അല്ലാഹു തആല പ്രത്യേകമായി തന്നെ പവിത്രീകരിച്ചു, ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഈ പ്രദേശത്തിന് ഒരു പ്രത്യേക പദവി അന്ന് തന്നെ ഉണ്ട്. പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഫഹിയ ഹറാമുൻ ബി ഹറാമില്ലാഹി ഇലാ യൗമിൽ ഖിയാമ. അതിൻ്റെ പവിത്രത, അതിൻ്റെ ആദരണീയത, അതിൻ്റെ വിശുദ്ധി അന്ത്യനാൾ വരെ നിലനിൽക്കുകയും ചെയ്യും. ചില ഹദീസുകളിൽ കാണാം, അങ്ങ് ആകാശത്ത് ബൈത്തുൽ മഅമൂർ മലായിക്കത്തിൻ്റെ കേന്ദ്രം, അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഭൂമിയിൽ മസ്ജിദുൽ ഹറാം, അത് ജനങ്ങളുടെ കേന്ദ്രം, മനുഷ്യന്മാരുടെ കേന്ദ്രം. ഇവിടുത്തെ ആദരണീയതയും വിശുദ്ധതയും അത് അന്ത്യനാൾ വരെ, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ലം തഹല്ല ലി അഹദിൻ ഖബ്ലി. ഇതിൻ്റെ പവിത്രതയെ അറുത്തുമുറിക്കാൻ, അതിനെ തഹല്ലുൽ ഇല്ലാതെയാക്കാൻ ഒരാൾക്കും അനുമതി കിട്ടിയിട്ടില്ല. റസൂലുള്ള പറയണം, എനിക്ക് മുമ്പുള്ള അമ്പിയാക്കന്മാർക്ക് ആർക്കും ഇതിൻ്റെ പവിത്രതയെ ലംഘിക്കുവാൻ അനുമതി കിട്ടിയിട്ടില്ല. വലാ തഹല്ലു ലി അഹദിൻ ബഅദി. എനിക്ക് ശേഷം വേറെ ആരെങ്കിലും, അമ്പിയാക്കന്മാരില്ല, നബിക്ക് ശേഷം അമ്പിയാക്കന്മാരില്ല. അത് അവിതർക്കിതമായ കാര്യമാണ്. പ്രവാചക സമാപനം അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തോടു കൂടിയായി. എന്നാൽ പ്രവാചകന് ശേഷം ഏതെങ്കിലും ഒരു ഭരണകൂടത്തിനോ ഏതെങ്കിലും ഒരു ആൾക്കോ അവിടെ എന്തെങ്കിലും തന്നിഷ്ടപ്രകാരം അക്രമം ചെയ്യാൻ, പോരാട്ടം നടത്താൻ, കയ്യേറ്റം നടത്താൻ, ചെണ്ട നടത്താൻ ആർക്കെങ്കിലും അനുമതിയുണ്ടോ? അതുമില്ല. വലം തഹ്ലില്ലി ഖത്തു ഇല്ലാ സഅതൻ മിനദ് ദഹരി. എനിക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ അത് തന്നെ വളരെ കുറഞ്ഞ സമയം മാത്രം, വളരെ കുറഞ്ഞ സമയം. അതേതാ? ഫത്ഹ് മക്കയോടനുബന്ധിച്ച് ഹുദൈബിയ സന്ധി ലംഘിച്ച് ഖുറൈശികൾ താന്തോന്നികളായി മുന്നേറിയപ്പോൾ പിന്നീട് ഇനി ഒന്നും കാത്തിരിക്കാൻ വയ്യ എന്ന് ഘട്ടം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ കള്ളിക്കൊരു സൈനിക നീക്കം നടത്തി. കാര്യമായ ഏറ്റുമുട്ടലുകളൊന്നും ഉണ്ടായില്ല. ഉണ്ടാവുകയാണെങ്കിൽ കൈകാര്യം ചെയ്യാനുള്ള നിർദ്ദേശവും തിരുമേനിക്ക് കിട്ടി. അങ്ങനെ കുറഞ്ഞ ചെറിയ ഒരു ഏറ്റുമുട്ടലുകൾ കുറഞ്ഞ സമയത്ത്, അതോടുകൂടി അത് കഴിഞ്ഞും ചെയ്തു. എനിക്ക് തന്നെ കിട്ടിയത് വളരെ കുറഞ്ഞ സമയമാണ്. ലാ യുനഫറു സൈദുഹാ. അവിടെയുള്ള വേട്ടമൃഗങ്ങളെപ്പോലും ആട്ടിയോടിക്കാൻ പാടില്ല. അവിടുത്തെ സുരക്ഷിതത്വം, അവിടുത്തെ നിർഭയത്വം, അവിടുത്തെ ശാന്തി, അതിനെക്കുറിച്ചാണ് പിന്നെ റസൂലുള്ള പറഞ്ഞത്. വേട്ടമൃഗങ്ങളെപ്പോലും അവിടുന്ന് ആട്ടിപ്പായിപ്പിക്കാൻ, വേട്ടയാടാൻ പറ്റില്ല. മൃഗങ്ങളെ വേട്ടയാടാൻ പറ്റില്ല. അവരും സ്വൈരമായി അവിടെ വിഹരിച്ചുകൊള്ളട്ടെ. ചിലപ്പോൾ നമുക്കൊക്കെ കാണാം, പ്രാവുകളൊക്കെ അതാ ഇഷ്ടം പോലെ മുന്നിലങ്ങനെ വന്നിട്ട് ഒരു പ്രശ്നം ഓൽക്കില്ല, ഒരാളി ഓൽക്ക് പേടിയില്ല, ആരും ഒട്ട് ആട്ടുമില്ല. ധാന്യങ്ങൾ അങ്ങനെ തിന്നുപോകും, ഒരു കൂസലും ഓൽക്കില്ല. എന്താ കാരണം? അവർക്ക് നിർഭയത്വം അനുഭവപ്പെട്ടു. ഇത് പ്രാവിൻ്റെ കാര്യം. അങ്ങനെ എല്ലാറ്റിനും നിർഭയത്വമുള്ളൊരു സ്ഥലമാണ് അത്. വലാ യുഅ്ളദു ശജറുഹ. അവിടെ വല്ല മരവും പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ ആ മരം മുറിക്കാനും പറ്റില്ല. ആ മരം മുറിച്ചിട്ട് പറ്റില്ല. വലാ യുഖ്തല ഖലാഹ. അവിടുത്തെ പാഴ്ചെടികൾ പോലും പിഴുതു മാറ്റാൻ പറ്റില്ല. വലാ തഹല്ലു ലുഖ്തതുഹ ഇല്ലാ ലിമുർഷിദിൻ. ആരെങ്കിലും എന്തെങ്കിലും മുതൽ വീണ് പോയിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഉടമയ്ക്ക് കൊടുക്കാനല്ലാതെ വേറെ ആ വീണ് പോയ സാധനം എടുക്കാൻ പാടില്ല. അവിടെ കിടന്നോട്ടെ, അതിൻ്റെ ഉടമക്കാരൻ വരുമ്പോൾ എടുത്തോളും. ഇനിയല്ല ഉടമക്കാരൻ എനിക്കറിയാം, ഞാൻ കൊടുത്തോളാം എന്ന കട്ടായം ഉറപ്പുണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ തൊടാൻ പാടില്ല. ഫഖാലൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. അപ്പോൾ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റസൂലുള്ള ഈ കാര്യം എങ്ങനെ പഠിപ്പിക്കുക? അപ്പോൾ ഒരു സംശയം,
ഇല്ലൽ ഇദ്ഹിർ യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലെ ഇദ്ഹിർ പുല്ല് ഇതിൽ നിന്ന് ഒഴിവാക്കണം. ഇവിടുന്ന് ഒരു പുല്ല് പോലും പറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഇദ്ഹിർ പുല്ലിന് നിങ്ങളൊരു എക്സംഷൻ കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ആവശ്യപ്പെട്ടു. ഫഇന്നഹു ലാ ബുദ്ദ മിൻഹു ലിൽ ഖൈനി വൽ ബുയൂത്ത്. അതെന്താ കാരണം വെച്ചാൽ അവിടെ അന്ന് പുരണ്ടാക്കണമെങ്കിൽ പുല്ല് കിട്ടണം, മേയണമെങ്കിൽ പുല്ല് വേണം. അതുപോലെ തന്നെ ഇരുമ്പ് പണിക്കാരുടെ ചായം മുക്കുന്ന, അതുപോലെ ഇരുമ്പ് പണിക്കാരുടെ ആലയുണ്ടാക്കുവാൻ, ഒട്ടകത്തിൻ്റെ കുടിലുണ്ടാക്കാൻ ഒക്കെ ഈ പുല്ല് വേണം. ഈ ഇദ്ഹിർ പുല്ല് കൊണ്ടാണ് അക്കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഈ പുല്ലിന് ഒരു ഒഴിവ് കൊടുക്കണം എന്ന് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഫസക്കത്ത, നബിക്ക് തൻ്റെ ഇഷ്ടപ്രകാരം മറുപടി കൊടുക്കാൻ പറ്റില്ലല്ലോ. നേരത്തെ വഹി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പറയാം. ഇതിനെ സംബന്ധിച്ച് വഹി കിട്ടിയിട്ടില്ല. അവിടുന്ന് അല്പം നേരം മൗനം ദീക്ഷിച്ചു. സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, ഇല്ലൽ ഇദ്ഹിറ ഫഇന്നഹു ഹലാൽ. എങ്കിൽ ഇതാ ഇദ്ഹിർ പുല്ല് പിഴിയാം, എടുക്കാം, കൊയ്യാം, മുറിക്കാം, അത് ആവശ്യത്തിന്, ജനങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം. ഫഇന്നഹു ഹലാൽ, അത് ഹലാലാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ പ്രദേശത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, നേരത്തെ ഇവിടെ വീരാങ്കോയ സാഹിബ് പറഞ്ഞു, 1,00,000 പ്രതിഫലം 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 1,00,000 പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതൊരു ശ്രദ്ധേയമായ കാര്യമാണ്. പിന്നെ തൊട്ടടുത്ത സ്ഥാനം നബിയുടെ പള്ളിക്കാണ്, മദീനത്തെ പള്ളിക്കാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മക്കത്ത് കഴിഞ്ഞിട്ടോ, പിന്നെ അത് മദീനത്തേക്കില്ല. ഹജ്ജുമായി എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് മുഴുവനും മക്കയിലാണ്. അത് മദീനയിലേക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില്ല എന്നുള്ളതും പ്രത്യേകമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പല ആളുകളും അങ്ങനെ ഇത് രണ്ടും കൂടി കൂട്ടി കുഴക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അത് പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വേറെ ഒരു കാര്യം പറയുന്നത് കേൾക്കും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ഇത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. അനസ് റളിയല്ലാഹു അൻഹു ആണ് നിവേദനം ചെയ്യുന്നത്. ഖാല, അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട്, ലൈസ മിൻ ബലദിൻ ഇല്ലാ സയതഊഹു ദജ്ജാൽ ഇല്ലാ മക്കത വൽ മദീന. ദുനിയാവിൽ എല്ലായിടത്തും പോകാൻ പറ്റും ദജ്ജാലിനും. അത്ര സ്പീഡി വാഹനം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ അവസ്ഥ അങ്ങനെയായിരിക്കും, അതൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. ഏതായാലും ഒരു പക്ഷേ പുതിയ യന്ത്ര സംവിധാനങ്ങളിലൂടെ അയാൾക്ക് എല്ലായിടത്തും എത്താൻ കഴിയും. ഭൂമിയിൽ എല്ലായിടത്തും ഓടി എത്തി തൻ്റെ ഹുക്കൂമത്ത്, ദൗലത്ത് നടപ്പിലാക്കുന്ന ഒരു സ്വഭാവ പ്രകൃതം ദജ്ജാലിനുണ്ട്. അത് അനവധി ഹദീസുകൾ കൊണ്ട് സ്ഥാപിതമായ കാര്യമാണ്. നമ്മളൊക്കെ നമസ്കാരത്തിൽ ഈ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടുന്നതുമാണ്. അത്ര വ്യാപകമാണ് അവൻ്റെ ഫിത്ന, ഗുരുതരമാണ് ആ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ അവസ്ഥ. അത്ര ഗൗരവം കൊണ്ട് തന്നെ ചില മനുഷ്യന്മാർ ഖബറിൻ്റെ അടുക്കൽ ചെന്നിട്ട് മരിച്ചവനോട് അസൂയ വെക്കുന്ന, മരിച്ചവനോട് അസൂയെ, അതല്ല അതിൻ്റെ പുതുമ. മരിച്ചവനോട് അസൂയ പറഞ്ഞാൽ, എടാ മരിച്ചോയോ കഴിച്ചിലായിട്ടോ, മരിച്ചോൻ കഴിച്ചിലായി. ആ രീതിയിൽ ഫിത്നകളുടെ ആധിക്യം. പക്ഷേ മക്കത്തും മദീനത്തും ദജ്ജാലിന് പ്രവേശനാനുമതിയില്ല. ലൈസ ലഹു മിൻ നിഖാബിഹാ നഖ്ബുൻ ഇല്ലാ അലൈഹിൽ മലായിക സ്വാഫീന യഹ്റുസൂനഹ. അതിൻ്റെ ഓരോ കവാടങ്ങളിലും, ഈ 2 നഗരങ്ങളിലുള്ള ഓരോ കവാടങ്ങളിലും മലക്കുകൾ നിറഞ്ഞു നിൽക്കുന്നു. അങ്ങോട്ട് ചെല്ലാൻ കഴിയില്ല. അത് തന്നെ. അപ്പം മലക്കുകളുടെ പ്രത്യേകമായ കാവലുള്ള ഭൂപ്രദേശവും കൂടിയാണ് ഈ 2 നഗരിയും എന്ന് മാത്രമല്ല, മദീനയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയും കൂടി പറയുന്നു, ലാ യദ്ഖുലുഹ താഊൻ, പ്ലേഗ് രോഗം മദീനയിൽ ബാധിക്കുകയില്ല. അപ്പോൾ വഹയുള്ള ഒരാൾക്കല്ലാതെ ഈ കാര്യങ്ങളൊന്നും കണിശമായി പറയാൻ കഴിയില്ല. പ്ലേഗ് രോഗം മദീനത്തേക്ക് വരില്ല. മക്കയെക്കുറിച്ച് പറഞ്ഞില്ല, മദീനയെക്കുറിച്ച് കാണാം. മക്കയെക്കുറിച്ച് ദജ്ജാലിന് പ്രവേശനാനുമതിയില്ല, അങ്ങോട്ട് കയറൂല, അവിടെ കയറാൻ കഴിയാത്ത വണ്ണം സുരക്ഷിതമാണ്, അമ്ന് നിർഭയത്വമുള്ള ഒരു ഏരിയയാണ് എന്നും. ഇനി ഇതിൻ്റെ ചില സ്ഥിതി കാര്യങ്ങൾ കൂടി നാം മനസ്സിലാക്കുക. ഇതിൻ്റെ ഈ പ്രദേശവും
ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ്. മുസ്ലിമീങ്ങൾക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിസ്മരിക്ക വയ്യ. നമ്മൾ സ്വലാത്ത് നടത്തുമ്പോൾ ആ സ്വലാത്തിൻ്റെ രൂപം നമ്മുടെ പ്രാർത്ഥനയിലുള്ളത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം എന്നാണ്. അതുപോലെ തന്നെ അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ഇബ്രാഹിം നബിയെ വിസ്മരിക്ക വയ്യ വിശ്വാസികളുമായി അത്രയേറെ ബന്ധമുള്ള പ്രവാചകന്മാരിൽ വേറെ ഒരാളെ നമുക്ക് കാണാൻ കഴിയില്ല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ. എന്താ ഇബ്രാഹിം നബിയുടെ അവസ്ഥ നമുക്കറിയാം. ഇബ്രാഹിം നബിനെ പറ്റി ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 3 കളവേ പറഞ്ഞിട്ടുള്ളൂ. അതിന് കളവല്ല. ഒരു മനുഷ്യനെ പറ്റി അങ്ങനെ പറയാൻ, നമ്മളെപ്പറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ജീവിതത്തിൽ 3 കളവ് ആണെന്ന് സംശയിക്കാവുന്നത് അത്രയേ ഉള്ളൂ. അത് കളവല്ലതാനും. അതിലൊന്ന് സാറയും ഇബ്രാഹിം നബിയും ഈജിപ്തിൽ സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ അവിടുത്തെ രാജാവ് സാറയെ ബലപ്രയോഗത്തിന് വേണ്ടി തൻ്റെ കിങ്കരന്മാരോട് ഹാജരാക്കാൻ പറഞ്ഞു. സാറ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, തൻ്റെ ചാരിത്രത്തിന് വേണ്ടി, തൻ്റെ വിശുദ്ധി നിലനിർത്താൻ. ആ പ്രാർത്ഥന അത്ഭുതകരമായി പ്രതിഫലിച്ചു. ഈ ചങ്ങാതി രാജാവ് കെട്ടിമറിഞ്ഞ് വീകലും നൊരയും പതിയും വരലും. അപ്പോൾ സാറക്ക് പേടിയായി. കാരണം രാജാവ് ഇവിടെ ഏതോ ഒരു നാട്ടിൽ നിന്ന് വന്ന ഒരു സ്ത്രീ മുഖേന എന്തോ സംഭവിച്ചു, അതിനേക്കാളും അപകടമാണ്. അതും അള്ളാഹുവിനോട് സങ്കടപ്പെട്ടു. ഇത് 2-3 പ്രാവശ്യം ഈ രാജാവിന് ശിഫയായി. പിന്നെയും ബലപ്രയോഗത്തിന് തുനിഞ്ഞപ്പോൾ പ്രാർത്ഥന തുടർന്നു. അങ്ങനെ 2-3 പ്രാവശ്യം സംഭവിച്ചു. അവസാനം രാജാവ് പറഞ്ഞു, ഇജ്ജ് പോയിക്കോ പറഞ്ഞ് സാറിനെ വിട്ടെന്ന് മാത്രമല്ല ഒരു സ്ത്രീയെ കൂടി സമ്മാനിച്ചു, ഹാജറയെ. ആ ഹാജറ പിന്നീട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യയാവുകയാണ്. ഹാജറയിലാണ് പ്രഥമ കുഞ്ഞ്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രഥമ കുഞ്ഞ് ഭൂജാതനാകുന്നത്, അഥവാ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. എന്തോ സംഗതി വശാൽ ഈ കുടുംബത്തെ മക്കയിലേക്ക് മാറ്റി താമസിപ്പിക്കുകയാണ്. അന്ന് മക്ക എന്ന് പറയുന്നത് വിജനമാണ്. അക്ഷരാർത്ഥത്തിൽ വെള്ളമില്ല. അതുകൊണ്ട് തന്നെ മറ്റ് ജീവജാലങ്ങളുമില്ല. വെള്ളമുള്ളിടത്തെ മനുഷ്യന്മാരും ജീവജാലങ്ങളും ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ മരങ്ങളോ മറ്റൊക്കെ ഉണ്ടാകണമെങ്കിൽ അതിനും വേണം വെള്ളം. അപ്പോൾ എല്ലാ അർത്ഥത്തിലും വിജനമായ അല്ലെങ്കിൽ ജനശൂന്യമായ ഒരു പ്രദേശം, അവിടേക്ക് കൊണ്ടുപോയി താമസിപ്പിക്കുകയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഹാജറയെയും അതുപോലെ തന്നെ കുഞ്ഞ് ഈ ചോര പൈതൽ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അവിടെ അങ്ങനെയാണ് കൊണ്ടുപോയിട്ട് ഇന്ന് സംസം ഉള്ള ആ ഏരിയയിൽ അവിടെയാണ് വെച്ച്. അതിനുശേഷം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞ് നടക്കുകയാണ്. എന്താണ്? കുറച്ച് വെള്ളം ഉണ്ടായിന്, കുറച്ച് കാരക്ക ഉണ്ടായിന്. ആ വെള്ളവും കാരക്കയും ഹാജർക്ക് കൊടുത്തു, കുടിച്ചോ. തിരിഞ്ഞ് നടക്കുക, ഒന്നും പറയാതെ. ഫഖാലത്ത്, അപ്പോൾ ഹാജറ ചോദിച്ചു, യാ ഇബ്രാഹിം, ഇപ്പം ഭർത്താവിൻ്റെ പേര് വിളിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അയിന തദ്ഹബു വതത്റുകുനാ ബിഹാദൽ വാദി, ഈ താഴ്വരയിൽ ഞങ്ങളെ വിട്ടേച്ച് നിങ്ങളെങ്ങട്ടാ പോണത്? അല്ലദി ലൈസ ഫീഹി ഇൻസുൻ വലാ ഷൈ, ഒരു ചെറുമനുഷ്യനും ഇല്ല, ഒരു സാധനമില്ലാത്ത ഈ വാദിയിൽ, ഈ താഴ്വരയിൽ അങ്ങ് ഞങ്ങളെ വിട്ടേച്ചിട്ട് എവിടേക്ക് പോകുന്നു? ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പ്രാവശ്യം ചോദിച്ചു, പക്ഷേ മറുപടിയില്ല. ഫഖാലത്തിലോ, പക്ഷേ ഭാര്യയ്ക്ക് ഭർത്താവിനെ അറിയാം, തന്നെ അങ്ങനെ ഒരു അക്രമം ചെയ്യുന്ന പ്രകൃതമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിങ്കൽ നിന്ന് വഹി ലഭിക്കുന്ന പ്രവാചകനാണെന്ന് മനസ്സിലാക്കിയ ഹാജറ ചോദിച്ചു, അല്ലാഹുല്ലദീ അമറക ബിഹാദാ, ഇപ്രകാരം എന്നെയും മോനെയും ഇവിടെ താമസിപ്പിച്ച് നിങ്ങൾക്ക് പോകാനുള്ള നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത് അള്ളാഹുവിങ്കൽ നിന്നാണോ? ഖാല നഅം, അതേ എന്ന് അപ്പോൾ പറഞ്ഞു. ഖാലത്ത്, അപ്പോൾ ഹാജറ ബീവി പറയാണ്, ഇദൻ ലാ യുളയ്യിഉനാ, എങ്കിൽ ഞങ്ങൾക്ക് പേടിയില്ല, അള്ളാഹ് ഞങ്ങളെ വെറുതെ ആക്കൂല, ഞങ്ങളെ നഷ്ടപ്പെടുത്തൂല, കഷ്ടപ്പെടുത്തൂല, നിങ്ങൾക്ക് പോകാം. അതും പറഞ്ഞ് ഭർത്താവിനെ യാത്രയാക്കി സുമ്മ റജഅത്,
കുട്ടി അവിടെ ഇന്ന് നിലവിലുള്ള സംസമിൻ്റെ ആ ഏരിയയിലാണ്. അന്ന് അവിടെ സംസമില്ല, ആ ഏരിയയിലാണ്. അവിടേക്ക് തിരിച്ചു ചെന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇത് അല്ലാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തത് എന്ന് ഭാര്യ മനസ്സിലാക്കി. എങ്കിലും ഒരു മാനുഷികമായ ഹൃദയമുണ്ടല്ലോ, കണ്ണ് മറഞ്ഞ് ആ മലകൾക്കപ്പുറത്ത് വെച്ച് ഇനി ഇവിടെ രൂപപ്പെടാനുള്ള ഹറമിൻ്റെ അഥവാ മസ്ജിദുൽ ഹറാമിൻ്റെ നേരെ തിരിഞ്ഞു. അന്നതില്ല. ഒരു പക്ഷേ അത് കാലങ്ങൾ കൊണ്ട് നാശത്തിന് വിധേയമായതായിരിക്കാം. അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ആ രീതിയിൽ മുഫസ്സിറുകൾ അതിനെ പ്രതിപാദിക്കുന്നതും നമുക്ക് കാണാനും കഴിയും. ആ ഖിബലക്ക് നേരെ ഒന്നുകിൽ എഴുത്തിബാറു മായക്കൂനു ആവാം, അല്ലെങ്കിൽ എഴുത്തിബാറു മാക്കാനയായിരിക്കാം. അത് അറബിയിലുള്ള ഒരു പ്രയോഗമാണ്. മായക്കൂനു പറഞ്ഞാൽ പിൽക്കാലത്ത് വരാൻ സാധ്യതയുള്ള വിഷയത്തെ ബന്ധപ്പെടുത്തി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ മാക്കാന മുമ്പ് അവിടെ ഉണ്ടായിരുന്നു എന്നതിനെ മുൻനിർത്തിയിട്ടുള്ളത്. ഏതായാലും ശരി, ആ ഖിബിലയുടെ നേരെ തിരിഞ്ഞ് 2 കൈകളും ഉയർത്തി പ്രാർത്ഥിച്ചു. അങ്ങനെ തന്നെയാണ് ഹദീസിലുള്ളത്. 2 കൈകളും ഉയർത്തി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഖുർആൻ ഉദ്ധരിക്കുന്നത് ബുഖാരി ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു. ഖുർആനിൽ ഈ ആയത്ത് സൂറത്ത് ഇബ്രാഹിമിൽ കാണാം. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത ഫജ്അൽ അഫിദത്തൻ മിനൻ നാസി തഹ്വീ ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ. റബ്ബേ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ രക്ഷകനെ, രക്ഷിതാവേ, ഇന്നി അസ്കൻതു മിൻ ദുർരിയതി, എൻ്റെ മക്കളിൽ ഒരാളെ അഥവാ ഇസ്മായിലിനെ ഞാനിതാ ഇവിടെ താമസിപ്പിച്ചു. ബിവാദിൻ ഗൈരി ദീ സർഇൻ, കൃഷിയൊന്നുമില്ലാത്തൊരു താഴ്വയിൽ. മക്ക എന്ന് പറഞ്ഞാൽ കാർഷിക ഭൂമിയല്ല, വ്യാവസായിക ഭൂമിയല്ല, മരുഭൂമിയാണ്. മേലെ ആകാശം, താഴെ മണൽ, പിന്നെ ചുറ്റോടി ചുറ്റും ഈ മല, കൂർത്തുമൂർത്ത ആ കല്ലും. അത് തന്നെയാണ് ആ നാട്ടിൻ്റെ അവസ്ഥ. അവിടെ കൊണ്ടുപോയിട്ടാണ് ഈ താമസിപ്പിച്ചത്. എന്നിട്ട് റബ്ബിനെ ഏൽപ്പിക്കുകയാണ്, പടച്ചോനെ, കൃഷിയൊന്നുമില്ലാത്ത ഇന്ദ ബൈതിക്കൽ മുഹറം, നീ ആദരണീയമാക്കിയ നിൻ്റെ ഭവനത്തിൻ്റെ തൊട്ടടുത്ത്. അത് തന്നെയുള്ളൂ, വേറെ ഒന്നുമില്ല. റബ്ബന എന്തിനങ്ങനെ താമസിപ്പിക്കുന്നത്? റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത, അവർ നിസ്കരിക്കുന്ന ആൾക്കാരാകണം. അപ്പം മാറി താമസിപ്പിക്കുമ്പോൾ പരിഗണിക്കാനുള്ളത്, ഒരു വീട് പുതിയതെടുക്കുമ്പം ഭംഗിയായി കൃത്യമായി നേരെ ചൊവ്വേ ഇഖാമത്തു സ്വലാത്ത്, നമസ്കാരം ഭംഗിയായി നിർവഹിക്കാൻ പറ്റുന്ന ഏരിയയാണോ എന്ന് പരിഗണിക്കണമെന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മഫ്ഹൂം മനസ്സിലാക്കാൻ കഴിയും. റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത, അവർ നിസ്കരിക്കണം. ഫജ്അൽ അഫിദത്തൻ മിനൻ നാസി തഹ്വീ ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ. പടച്ചോനെ, അവരുടെ ഫജ്അൽ അഫിദത്തൻ മിനൻ നാസി തഹ്വീ ഇലൈഹിം, മാലോകരുടെ മനസ്സിൻ്റെ ചായ്വ് അവർക്ക് അനുകൂലമാക്കണമേ. രക്ഷിതാവേ, അവർ മനുഷ്യരുടെ മനസ്സുകൾ അവരോടൊരു ചായ്വ് ഉണ്ടാക്കണം. കാരണം വേറെ മനുഷ്യന്മാരൊന്നുമില്ല. അപ്പോൾ പ്രാർത്ഥനയുടെ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കും. ഒരു മനുഷ്യനും ഇല്ല. ഹാജർ അത് പറഞ്ഞു, ഒരു സാധനവുമില്ല, ജീവജാലങ്ങൾ അതുമില്ല. എന്നിട്ട് പ്രാർത്ഥിക്കുന്നു, മനുഷ്യരിലൊരു ടീമിന് അവരോട് ചായ്വുള്ളതാക്കണമേ. ഒക്കെ വരാനുള്ളതിനെ കണ്ടുകൊണ്ടുള്ള പ്രാർത്ഥന. വർസുഖുഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ. അതിനേക്കാളും വലിയ കാര്യം എന്താണെന്നറിയോ? അവർക്ക് ഫലമൂലാദികളിൽ നിന്ന്, കായ്ക്കനികളിൽ നിന്ന് തിന്നാനും കൊടുക്കണേന്ന്. ലഅല്ലഹും യഷ്കുറൂൻ, അവർ നന്ദിയുള്ളവരായേക്കും. ഏതാ ഭൂമി? വിസർജിച്ചാൽ പുറ്റുപൊടിയാത്ത ഭൂമി. അപ്പം ഇത് എല്ലാം പ്രതികൂലമായ സാഹചര്യം. പക്ഷെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് ഈ നമ്മുടെ സബബ് അല്ലെങ്കിൽ കാര്യകാരണ ബന്ധങ്ങളെ കണ്ടുകൊണ്ടാവണം എന്നില്ല. നമ്മൾ പ്രത്യക്ഷത്തിൽ പ്രതികൂലമാണെന്ന് വിചാരിക്കുന്നതും പടച്ചോനോട് പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല. പടച്ചോനാണ് വലിയവൻ. ഈ 3 കാര്യവും ആലോചിച്ച് നോക്ക്. ആളുകളുടെ മനസ്സ് അവരോട് ചായ്വുള്ളത്. അതിന് ആളെവിടെ? അവരും വരണം. അത് അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. രണ്ടാമത്തത് അവർ നിസ്കരിക്കാൻ. അത് പിന്നെ സ്വാഭാവികമായും അതങ്ങനെ തന്നെ ഒരു പ്രവാചകൻ്റെ കുടുംബമാണല്ലോ. പിന്നെ ഈ ഇവിടുത്തെ കായ്ക്കനികൾ ഇവർക്ക് തിന്നാൻ കിട്ടണം എന്നുമാണ് ആ പ്രാർത്ഥന.
ആ പ്രാർത്ഥനയുടെ ഫലം ആളുകൾക്ക് നേരിൽ കാണാൻ കഴിയും. അവിടെ പോയാലും ലോകത്ത് എവിടേക്ക് എന്തൊക്കെ പഴങ്ങളുണ്ടോ അത് മുഴുവനും മക്കത്ത് ലഭ്യമാണ്. അത് മുഴുവനും ഈ പ്രാർത്ഥനയുടെ മറ്റൊരു രൂപം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് മുഫസ്സിറുകൾ പറയുന്നു, അപ്പം നേരത്തെ തന്നെ ഹറം അവിടെ ഉണ്ട് എന്ന്. മസ്ജിദുൽ ഹറാം അവിടെ ഉണ്ട്, കഅബ അവിടെ ഉണ്ട്. അതിനെ പുനരാവിഷ്കരിക്കുകയോ വീണ്ടും അത് മാഞ്ഞു പോയ ഈ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഭൂമിയെ സജീവമാക്കിയത്, സടകുടഞ്ഞ് എഴുന്നേൽപ്പിച്ചത് അത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആണെന്ന് പറയുന്നു. ആ രീതിയിൽ മനസ്സിലാക്കാൻ ശക്തമായ എമ്പാടും തെളിവുകളുമുണ്ട്. കഅബ നിർമ്മാണത്തിന് നബി കരീം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് നിർദ്ദേശം കിട്ടി. അതങ്ങനെ തന്നെ ഖുർആൻ പറയുന്നു, വഇദ് ബവ്വഅനാ ലി ഇബ്രാഹിമ മകാനൽ ബൈത്തി. ഇബ്രാഹിം നബി തോതിയോടുത്തല്ലത് ഉണ്ടാക്കിയത്, അതല്ലേ. വഇദ് ബവ്വഅനാ ലി ഇബ്രാഹിമ മകാനൽ ബൈത്ത്. ഇബ്രാഹിമിന് ആ നിശ്ചിത ഭവനത്തിൻ്റെ സ്ഥാനം അത് നാം നിർണയിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഇബ്രാഹിം നബി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കാര്യം അങ്ങനെ നിർമ്മാണം കഴിഞ്ഞ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നൊരു രംഗം ഖുർആനിൽ കാണാം. അതിന് മുമ്പുള്ള വിഷയങ്ങൾ കൂടി പ്രതിപാദിച്ചതിന് ശേഷം നമുക്കത് പറയാം. അങ്ങനെ ഹാജറ തിരിച്ചു എന്നല്ലോ, വെള്ളം കഴിഞ്ഞു കൊടുത്ത് അത് കഴിഞ്ഞു, കാരക്ക അതും തീർന്നു. ഇനി എന്താ ചെയ്യാം? ഇനി എന്താ ചെയ്യാം? ഒരു പെണ്ണൊറ്റക്ക്, ഒരു ചോരപ്പൈതലും, ഇണതുണയില്ല, ഒന്നും മിണ്ടിപ്പറയാൻ ആളില്ല. വല്ലാത്തൊരു സ്ഥിതി വിശേഷം തന്നെ. കടുത്ത പരീക്ഷണം. അതുകൊണ്ട് തന്നെ ലോകത്ത് പ്രമുഖ വനിതാരത്നങ്ങളിൽ, വിശ്വാസം ഉറച്ച തവക്കുലുള്ള തൗഹീദുള്ള വനിതാരത്നങ്ങളിൽ ഒരാൾ ഇബ്രാഹിം നബിയുടെ ഭാര്യ ഹാജറ തന്നെ. ഹാജറ പരിഹാരമുണ്ടോ എന്ന് അന്വേഷിച്ച് അപ്പുറത്തുള്ള സഫാ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നോക്കി. സഫാ മറുവ ഇന്നവിടെ പോയി നോക്കിയാൽ ഒരു സിമ്പൽ ഉണ്ടാവും. ഇവിടെ മുമ്പ് സഫ ഉണ്ടായിരുന്നു, ഇവിടെ മുമ്പ് മറുവ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതുപോലെ ചില ടീച്ചേഴ്സില്ലേ, സപ്പോസ് ദിസ് ഈസ് എ ടെസ്റ്റ് ട്യൂബ് ചോക്കെടുത്തിട്ട് എന്ന മാതിരിയിൽ അവിടെ ഒരു സഫ ഉണ്ടായിരുന്നു, ഒരു മറുവ ഉണ്ടായിരുന്നു. ഇന്നത്തെ സഫ എയർ കണ്ടീഷൻഡ് ഏരിയയാണ്. അങ്ങനെ ആ സഫ ഉണ്ടായിരുന്ന ആ ചെറിയൊരു മലൻ്റെ അടയാളം. അന്നതല്ല. നേരത്തെ പറഞ്ഞല്ലോ, ഈ എയർ കണ്ടീഷനും ഈ മാർബിളും ഈ സുഖവും ഈ സൗകര്യമൊന്നും അന്നില്ല. നേരെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അവിടെയാണ് ഏകാകിനിയായി ഒരു പെണ്ണ് ഹാജറ. അപ്പം ചില്ലറക്കാരത്തിയല്ലത്, ചില്ലറക്കാരത്തിയല്ല. ചില്ലറക്കാരൊക്കെ ആണെങ്കിൽ കെട്ടിമറിഞ്ഞ് അവിടെയാണ് ബുക്കും. അതൊന്നും സംഭവിച്ചില്ല. സഫയുടെ മുകളിൽ കയറി താഴ്വരകളിലേക്ക് കണ്ണ് പായിപ്പിച്ചു. വല്ലതും കാണുമോ? ആരെയെങ്കിലും കാണുമോ? പക്ഷെ എവിടെ കാണാൻ? ആരുമില്ല. നിരാശയായി ഇറങ്ങി മറുവൻ്റെ മുകളിൽ, അങ്ങേപ്പുറത്ത് മറുവൻ്റെ മുകൾക്ക് മണ്ടിച്ചെന്ന്. ഓരോ പ്രാവശ്യം, ഇത് 7 പ്രാവശ്യം തുടർന്ന, ഓരോ പ്രാവശ്യവും മകൻ്റെ അടുക്കൽ വരും. മകന് ദാഹിച്ചിട്ടിങ്ങനെ പൊളയാണ്, ചോര പൈതൽ കയ്യും കാലിട്ട് അടിക്കുകയാണ്. ഇത് കണ്ട് സഹിക്കാൻ വയ്യ. അങ്ങനെയാണ് ഇരിക്കപ്പൊറുതിയില്ലാതെ ഹാജറ ബീവി സഫയുടെ മുകളിലേക്കും മറുവയുടെ മുകളിലേക്കും. ഈ സഫാ മറുവനെ പറ്റിയാണ് പറയുന്നത്, ഇന്ന സഫാ വൽ മർവത മിൻ ശആയിരില്ലാഹ്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ പെട്ട 2 ചിഹ്നമാണ് സഫയും മറുവയും. 2 ചിഹ്നം, ശആയിറുള്ള അള്ളാഹിൻ്റെ 2 ചിഹ്നങ്ങളിൽ പെട്ടതാണത് എന്ന് ഖുർആനിൽ കാണാൻ കഴിയും. അവസാനം മറുവയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അതാ എന്തോ ഒരു ശബ്ദം. ഈ ഓട്ടത്തിനെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഹാജറ ഇവിടെ ഓടിയില്ലേ, ഈ ഓട്ടത്തെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫദാലിക സഅയ്യുൻ നാസി ബൈനഹുമാ. അതാണ് സഅയ്. ആ സഅയ് ചരിത്രത്തിലെ ത്യാഗപൂർണമായ, വളരെ രോമാഞ്ചജനകമായി വിജൃംഭിച്ചു നിൽക്കുന്ന സങ്കടവും പൊറുതികേടും ആശയും തവക്കുലും തൗഹീദും എല്ലാം ഉരുട്ടിപ്പുരട്ടി ഒരു മനുഷ്യനെ ഏതൊക്കെ രീതിയിൽ അതിനെ വിജൃംഭിക്കാൻ കഴിയുമോ അതെല്ലാം നടന്ന ആ ഓട്ടം, അതാണ് സഫാ മർവാൻ. ഫഖാലത്ത്, അപ്പോഴെന്തോ ഒരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ടു. എന്താ അത്?
തുരീദ് നഫ്സഹ, സ്വന്തത്തിനോട് തന്നെ പറഞ്ഞു ഒന്നും ഉണ്ടാക്കുന്നു സ്വന്തത്തിനോട് തന്നെ പറയുന്നു. തുരീദ് നഫ്സഹ, സ്വന്തത്തിനോട് തന്നെ പറയുന്നു. സുമ്മ തസമ്മഅത്, എന്നിട്ട് ചെവി കൂർപ്പിച്ച് കേട്ടു. ഫസമിഅത് സൗതൻ, അപ്പം അത് അവർ ഒച്ച കേൾക്കുന്നു. ഖാലത്ത് ഖദ് അസ്മഅത് ഇൻ കാന ഇൻദക ഗവാസ്, കേട്ടല്ലോ, എന്തോ ഒരു ശബ്ദം തന്നെയാണ്. എന്തോ ഒരു ശബ്ദം, ആശയുടെ കിരണം എന്ന നിലയ്ക്കൊരു ശബ്ദം. ഇബ്രാഹിം നബിയാണ്ട് പോയതിന് ശേഷം വേറൊരു ജീവിൻ്റെ ശബ്ദം കേൾക്കാത്ത ആ ചെരുവിൽ നിന്ന് ഒരു ശബ്ദം കേട്ടപ്പോൾ എന്തൊന്നില്ലാത്ത ആവേശം പറഞ്ഞു. ഒച്ച കേട്ടിട്ട് കാര്യമില്ലല്ലോ, സഹായത്തിന് എന്തെങ്കിലും കഴിയുമെങ്കിൽ സഹായിക്കണേ എന്ന്. ഇത് ചിലർ ഈ സംഭവത്തെയൊക്കെ ചില ആൾക്കാർ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, മലക്കിനോടല്ലേ പറഞ്ഞതെന്ന്. ഇത് മലക്കാണോ, ജിന്നാണോ, പടപ്പാണോ, മനുഷ്യനാണോ, വേറെ വല്ലതും ആണോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഒരു മനുഷ്യൻ ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതൊക്കെ അവനെന്ന് തോന്നുന്നു പറഞ്ഞ മാതിരിയിൽ തനിക്ക് സഹായം കിട്ടണം, തൻ്റെ കുഞ്ഞിവിടെ എരിപൊരി കൊള്ളുകയാണ്, അതുകൊണ്ട് എന്തെങ്കിലും സഹായം എവിടുന്നെങ്കിലും കിട്ടണം എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഓട്ടക്കിതപ്പിൻ്റെ ഇടയിൽ ശബ്ദം കേട്ടപ്പോൾ സംസാരിച്ചു എന്നല്ലാതെ ഇത് മലക്കിനോടുള്ള അഭിമുഖമാണെന്ന് ഹദീസിൽ കാണാൻ കഴിയില്ല. ഇത് ദുരുപയോഗപ്പെടുത്തിയവർ ഈ തൗഹീദിൽ നിന്ന് ആളുകളെ വ്യതിചലിപ്പിക്കുവാൻ നടത്തുന്ന ആസൂത്രിത ശ്രമം എന്നേ നമുക്കതിനെക്കുറിച്ച് പറയാൻ കഴിയൂ. അതവിടെ ഇരിക്കട്ടെ. ഇൻഖാൻ ഇൻദക ഗവാസ്, സഹായം വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പം കിട്ടണം. ഫൈദാ ഹിയ ബിൽ മലക്കി, അത് മലക്കാണ്. ഇന്ദ മൗലൈ സംസം, ആ കുട്ടിയുള്ള ആ സംസം, ആ കുട്ടീനെ അവിടെ കിടത്തിയിട്ടുണ്ടല്ലോ, അവിടെ തന്നെ ആ സംസമിൻ്റെ അടുത്ത് തന്നെ. ഫബഹസ ബിഅഖിബിഹി ഔ ബിജനാഹിഹി, ഒന്നുകിൽ ആ മലക്ക് തൻ്റെ മടമ്പ് കൊണ്ട് അവിടെ എന്തോ മാന്തി പൊളിക്കുന്നു, അല്ലെങ്കിൽ തൻ്റെ ചിറക് കൊണ്ട് അവിടെ ചികിത്സകയുന്നു. ഹത്താ ലഹറൽ മാവ്, അപ്പോഴതാ വെള്ളം പൊട്ടിയൊഴുകുന്നു. ഫജഅലത് തുഹവ്വിലുഹു സംസം, ഫജഅലത് തുഹവ്വിലുഹു, അങ്ങനെ ഹൗലാക്കാൻ. ഇതങ്ങോട്ട് ഒലിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ. പെട്ടെന്ന് ഹാജർ ഓടി വന്ന് ഇതിനിങ്ങനെ വളച്ച് കെട്ടി ഹൗലാക്കി. യർഹമുല്ലാഹു ഉമ്മ ഇസ്മായിൽ, ഇസ്മായിലിൻ്റെ ഉമ്മക്ക് അല്ലാഹ് അനുഗ്രഹം ചെയ്യട്ടെ. റസൂലുള്ള പറയുന്നു, ലൗ തറകത് സംസം ലൗ ലം തഅരിഫ് മിനൽ മാ ലകാനത് സംസം ഐനം മഈന, അതിനെ അങ്ങനെ തന്നെയാണ് ഒഴുകാൻ വിട്ടിരുന്നുവെങ്കിൽ ആ മണൽ അരണ്യത്തിൽ ഒരു അരുവിയുടെ ശ്രദ്ധേയമായ അത്ഭുതപൂർണമായ ഒഴുക്ക് ആളുകൾക്ക് ദർശിക്കുവാൻ സാധിക്കുമായിരുന്നേനെ. ഇസ്മായിലിൻ്റെ ഉമ്മാക്ക് അള്ളാഹ് കരുണ ചെയ്യട്ടെ. പക്ഷെ അവർ വളഞ്ഞു കെട്ടി അവിടെ നിന്ന് വെള്ളം പിന്നെ ഇങ്ങനെ കോരുന്നതിനനുസരിച്ച് നരച്ചിങ്ങനെ വരിക. അത് കഴിഞ്ഞു മലക്ക് ഹാജറയോട് സംസാരിച്ചു, എന്താ അത്, എങ്ങനെയത്. അപ്പോൾ സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. മലക്ക് പറഞ്ഞു, ലാ തഖാഫുല്ലയ്യ, ഒരു നഷ്ടവും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾക്കൊരു പേടിയും വേണ്ട. ഇനി എന്ത് വേണം? ഒരു പേടിയും വേണ്ട, ധൈര്യമായി ജീവിച്ചോളൂ എന്നിട്ട് പറഞ്ഞു, ഒന്ന് ആശ്വസിപ്പിക്കാൻ, ഹാജറെ ആശ്വസിപ്പിക്കാൻ, ഫഇന്ന ഹാഹുന ബൈത്തല്ലാ, ഇവിടെ അള്ളാഹുവിൻ്റെ ഒരു വീട് വരാൻ പോകുന്നു. യബ്നി ഹാദൽ ഗുലാം വ അബൂഹു, ആ വീടുണ്ടാക്കുന്നത് ഈ കുട്ടിയും അവൻ്റെ ഉപ്പയുമാണ്. അപ്പോൾ ഉപ്പ പറ്റ വിട്ടുപോയിട്ടില്ല എന്ന ആശയുടെ ഒരു ശകലവും മലക്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെയാണ് ഇടയ്ക്കിടെ അവിടെ സന്ദർശിക്കാറുണ്ട്. പല ജാതി സംഭവങ്ങളും അതിലുണ്ടായി. അറവിന് തുനിഞ്ഞതും ഉലഹിയ്യത്തിൻ്റെ ചരിത്രവും പശ്ചാത്തലവും നമുക്കറിയാം. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും നീങ്ങുന്നില്ല. അത് കഴിഞ്ഞും ആ പരീക്ഷണത്തിൽ വിജയിച്ചു. പിന്നെയും മുന്നോട്ട് പോയി. ഒരിക്കൽ ആ ജുർഹും കുടുംബം അത് അവർ സംസം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പുതിയ നാഗരികത ആ മരുഭൂമിയിലുണ്ടായി. നമുക്കറിയാം നാഗരികതകളുടെ കേന്ദ്രം വെള്ളത്തിനോടനുബന്ധിച്ചാണ് ഉണ്ടാകാറുള്ളതെന്ന്. എന്നാൽ സംസം ഉയർത്തിയ നാഗരികത, അവിടെ ഒരു ടീം ഇങ്ങനെ കച്ചവടക്കാർ പോകുമ്പം സാധാരണയിൽ കവിഞ്ഞൊരു പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നു. ഇത് മരുഭൂമിയിൽ വെള്ളമുള്ള സ്ഥലം കണ്ടെത്താനുള്ള ഒരു സൂത്രവിദ്യയായിട്ടാണ് പൗരാണികർ കണ്ടിരുന്നത്. അതവരുടെ ദൃഷ്ടിയിൽപ്പെട്ടപ്പോൾ എന്താപ്പത്, ഇവിടെ മുമ്പൊന്നും ഇങ്ങനെ പോയിട്ട് നമ്മൾ കണ്ടില്ലല്ലോ, എന്നാൽ വെള്ളം ഉണ്ടാവും കേട്ടോ. പൊയ്യോക്കുമ്പോൾ വെള്ളമുണ്ട്. അവിടെ ഉണ്ട് ഒരു പെണ്ണും ഒരു കുഞ്ഞും. ഇവരിവിടേക്ക് വന്നു. അപ്പോൾ ഹാജറ പറഞ്ഞു, സംഗതി വെള്ളം എൻ്റേതാണ്, കരാറാക്കുകയാണ്. വെള്ളം മറ്റു ഭക്ഷ്യവിഭവങ്ങൾ പരസ്പരം വെച്ച് കൈമാറുക എന്ന വ്യവസ്ഥയിലൂടെ സംസം അവിടെ ഉടലെടുത്തു.
ആ വെള്ളത്തിൻ്റെ പുതുമ, ആ വെള്ളത്തിൻ്റെ അത്ഭുതം ചിലരൊക്കെ കൊച്ചാക്കുന്നുണ്ടെങ്കിലും ഇത് അങ്ങനെ കൊച്ചാക്കാൻ കഴിയുന്നതല്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ഒരു കിണർ, ആ സമീപ പ്രദേശങ്ങളിലെ കിണറുകളിൽ നിന്ന് വ്യത്യസ്തമായൊരു കിണർ. അവിടെ നിന്ന് രാവും പകലും ആണ്ട് 365 ദിവസവും ഗ്യാലൻ കണക്കിന് വെള്ളം അടിച്ചു വിടുകയാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ആ വെള്ളം പോകുന്നു, മദീനയിലേക്കും എത്തുന്നു, പല കേന്ദ്രങ്ങളിലേക്കും. വെള്ളം വറ്റിക്കാൻ കഴിഞ്ഞിട്ടില്ല, പറ്റുന്നില്ല. അപ്പോൾ അതൊരു പുതുമേനല്ലേ. നമ്മളെ ചാലിയാറോ മറ്റൊക്കെ ആണെങ്കിൽ എന്നോ ഉണങ്ങിപ്പോവും. പക്ഷെ അതല്ല, ഇത് 365 ദിവസവും പിന്നെയും പിന്നെയും അടിച്ച് ആ വെള്ളം. അതുകൊണ്ട് തന്നെയാണ് ആ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. നിങ്ങൾ എന്തുദ്ദേശിച്ച് വെള്ളം കുടിക്കുന്നുവോ ആ ഉദ്ദേശം സഫലീകൃതമാകും എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. ഹാജിമാരും ഉംറ നിർവഹിക്കുന്നവരും അക്കാര്യം ശ്രദ്ധിക്കുന്നത് നന്ന്. അപ്പോൾ മക്കയുടെ ഒരു പ്രത്യേകത തന്നെയാണ് ലോകത്തെവിടെയും ലഭ്യമല്ലാത്ത സംസമും, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ 2 ചിഹ്നമായ സഫയും മറുവയും, അതിലൂടെയുള്ള ആ ഓരോ പ്രവാഹവും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ വന്നപ്പം കല്യാണം, ഈ ജുർഹും കുടുംബത്തിൽ നിന്ന് ഒരു കല്യാണം കഴിച്ചാണ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി ഇങ്ങനെ വരും, കുറച്ച് ദിവസം അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു അവസ്ഥ. അപ്പോൾ ഒരിക്കൽ വന്ന് അവിടെ എവിടെ ഇസ്മായിൽ ചോദിച്ചു. ആ മൂപ്പര് പോയാണ്, രാവിലെ അവിടെ നിന്നാണ് പോകല. പിന്നെ എന്താ നിങ്ങളെ കുടുംബത്തിൻ്റെ സ്ഥിതി? അതൊന്നും പറയണ്ട, വളരെ കഷ്ടപ്പാടും ഇടങ്ങേറും തന്നെയാണ്, ഒരു സുഖവുമില്ല. അങ്ങനെയുള്ള പായാരം മുഴുവനും ഈ വന്ന മനുഷ്യനോട് ഈ മരുവൊക്കെ അറിയില്ല, അല്ലെങ്കിൽ ഈ പെണ്ണിനറിയില്ല ഇത് എൻ്റെ ഭർത്തൃപിതാവാണെന്ന് അറിയില്ല. അങ്ങനെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഉണ്ട് തുറന്നാണ് പറഞ്ഞു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് പോയി, ഞാൻ പോവുകയാണ്, ഇസ്മായിൽ വന്നാൽ അവനോട് സലാം പറയേണ്ടി പറഞ്ഞു. അങ്ങനെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. ആരവിടെ വന്നീന് ചോദിച്ചു. ഇവിടെ ഒരു വയസ്സായ മനുഷ്യൻ വന്നീന്. അയാളെല്ലാ കാര്യം ചോദിച്ചു, ഞാനെല്ലാം പറഞ്ഞു, ഇവിടുത്തെ എല്ലാ പായാരും കഷ്ടപ്പാടും ഒക്കെ പറഞ്ഞു. പിന്നെന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചവൻ പറഞ്ഞു. അയാൾ പോകുമ്പോൾ പറഞ്ഞു, വയ്യറ് അത്തബത്ത ബാബി, നിങ്ങളെ ഈ പെരൻ്റെ വാതിലിൻ്റെ ആ വാതിൽ കട്ടിലില്ലേ, അതൊന്ന് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്മായിൽ നബിക്ക് തിരിഞ്ഞു. മുള്ളിൻ്റെ മറ്റല്ലേ മുള്ളുണ്ടാവുകയുള്ളൂ, ബാപ്പാൻ്റെ മകനാണല്ലോ, അത് മനസ്സിലായി. അതേ ഈ വാതിൽ കട്ടിൽ മാറ്റണം പറഞ്ഞാൽ തന്നെയാണ് ആ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് ആ കാര്യം അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്? ഏതെങ്കിലും മനുഷ്യൻ എവിടെയെങ്കിലും വരുമ്പോൾ അയാളുടെ പുരയത്തെ എല്ലാ സീക്രസിയും പറഞ്ഞു കൊടുക്കുക, അതൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ വേറെ കല്യാണം കഴിച്ചു. അപ്രകാരം തന്നെ വീണ്ടും ഒരിക്കൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അന്വേഷിച്ചു. അപ്പോഴും ഇല്ല ഇസ്മായിൽ നബി അവിടെ. എവിടെ ഭർത്താവ് വെച്ചു. മൂപ്പര് ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിന് പുറത്ത് ജോലിക്ക് പോയതാണ്. പിന്നെന്താ, ഞങ്ങൾക്ക് നല്ല സുഖം, വലിയ പ്രശ്നമൊന്നുമില്ല, സുഖകരമായ ജീവിതമാണ്. മറ്റേ പെണ്ണിൻ്റെ മാതിരിയിലല്ല, എല്ലാ സീക്രസീസ് തുറന്നു വിടുകയല്ല. എപ്പോഴും ഭർത്താവിനെയും കുടുംബത്തെയും അതിൻ്റെ അഭിമാനത്തെയും ക്ഷതപ്പെടുത്താത്ത രീതിയിലുള്ള സംസാരം. അത് നന്നല്ലോ. അപ്പോൾ ഞാൻ പോവുകയാണ് പറഞ്ഞു. അപ്പോൾ എന്താ ഏതാന്നൊക്കെ ഇയാളോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒന്നും ഇബ്രാഹിം നബി അങ്ങോട്ട് വിട്ടുകൊടുത്തില്ല. ഇബ്രാഹിം നബി പറഞ്ഞു, വാതിൽ കട്ടിൽ ഉറപ്പിച്ച് നിർത്താൻ പറയേണ്ടി എന്ന്. അത് കഴിഞ്ഞതുപോലെ തന്നെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. കാര്യങ്ങൾ ഭാര്യ പറഞ്ഞു, അല്ലെങ്കിൽ ചോദിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തേ പറഞ്ഞു വെച്ച്. ഒന്നുമില്ല, നമുക്ക് സുഖമാണ്. എന്തിനാ ഇപ്പോൾ ആരാമാരോട് നമ്മളുടെ പൊറുതിയോടൊക്കെ പറയുന്നത്? കാടി വെള്ളമാണെങ്കിൽ മൂടി കുടിക്കണം എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ. നമ്മൾ മലയാളത്തിൽ എന്ന മാതിരി തന്നെ ഇതൊരു പഴയ സിദ്ധാന്തം കൂടിയാണ്. അന്നിലക്ക് വാതിൽക്കെട്ടിൽ ഉറപ്പിച്ച് നിർത്താൻ, അത് നിന്നെ ഉറപ്പിച്ച് നിർത്താനാണ്, ഈ നല്ല പെണ്ണാണെന്നുള്ളതിൻ്റെ സൂചനയാണത് എന്ന്. അങ്ങനെ പിന്നെയും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വന്നു. അപ്പോൾ തൊട്ടപ്പുറത്ത് ഇസ്മായിൽ നബി അമ്പ് എയ്യുന്ന, അല്ലെങ്കിൽ അതിനുള്ള ഓരോ ആയുധ നിർമ്മാണ പ്രക്രിയയിലാണ്. അങ്ങനെ ബാപ്പാനെ കണ്ട് ഇസ്മായിൽ നബി. രണ്ടാളും കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചു. ബാപ്പയും മക്കളും തമ്മിൽ ഇങ്ങനെ ഒരുപാട് ഇടവേളയ്ക്ക് ശേഷം കണ്ടുമുട്ടിയാലുള്ള അവസ്ഥ എന്താണ്, ആ സ്നേഹപ്രകടനം എന്താണ്, അതൊക്കെ അവിടെ സംഭവിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ ഇസ്മായിൽ ഇന്നല്ലാഹ അമറനി ബി അംരിൻ. ഇസ്മായിലേ, അള്ളാഹ് എന്നോട് ചില കാര്യം പറഞ്ഞാണ്.
ഇന്നല്ലാഹ അമറനി അൻ അബ്നിയ ഹാഹുന ബൈത, ഇവിടെ ഒരു ബൈത്ത് ഉണ്ടാക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ജിന്നെ സഹായിക്കും. അങ്ങനെ ഇബ്രാഹിം നബി പണിയെടുക്കുന്നു, കല്ലുകളും മറ്റും ഉരുട്ടി. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ 2 പേരും അവിടെ പണിതുയർത്തി. ആ വീട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു. ഖുർആൻ പറയുന്നു, വൈദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മായിലും ഇബ്രാഹിം നബിയും ആ പുരയുടെ അസ്ഥിവാരം, ആ വീട്ടിൻ്റെ അസ്ഥിവാരം ഉയർത്തിയ സന്ദർഭം. എന്നിട്ട് അതിൻ്റെ പണിയൊക്കെ പൂർത്തിയായതിനു ശേഷം അള്ള പറഞ്ഞ കോലത്തിൽ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ, എന്നാലും അടിമക്ക് അള്ളാഹുവിനോട് പറയേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇനി പാകണ്ടെങ്കിൽ ചെയ്തോന്നുള്ള കോലത്തിലല്ല. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. പടച്ചോനെ, ഈ പറഞ്ഞത് ഞങ്ങളാലാവുന്ന കോലത്തിൽ ഞങ്ങൾ പണി പൂർത്തിയാക്കിയിട്ടുണ്ട്, ഞങ്ങളെടുത്തുനിന്ന് സ്വീകരിക്കണേ. ഏത് രംഗത്തും ഈ മനോഗതം വേണം. എന്നിട്ട് പ്രാർത്ഥന, റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക്, നിനക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. വമിൻ ദുർരിയതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്, നിനക്ക് കീഴ്പ്പെട്ട് വരുന്ന ഞങ്ങളുടെ മക്കളെയും അക്കോലത്തിലാക്കണമേ. വ അരിനാ മനാസിക്കന, ഇവിടെ ചെയ്യേണ്ട ആരാധനാ കർമ്മങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ. വതുബ് അലൈന, ഞങ്ങളുടെ പശ്ചാത്താപം നീ സ്വീകരിക്കണമേ. ഇന്നക അൻത തവ്വാബുർ റഹീം, പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാണല്ലോ നീ. എന്നിട്ട് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയും കൂടിയുള്ള പ്രാർത്ഥന, റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും, പടച്ചോനെ ഇവിടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാളെ നീ റസൂലായിട്ട് നിശ്ചയിക്കണേ. അപ്പോൾ സ്വന്തത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, മകന് വേണ്ടി, അതുപോലെ തലമുറയ്ക്ക് വേണ്ടി, ഇനി അടുത്ത വരും തലമുറയ്ക്ക് വേണ്ടി വളരെ വിശാല മനസ്കമായ ഒരു പ്രാർത്ഥന. മുഹമ്മദ് നബിയുടെ വിഷയം, ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞാൻ ഭൂജാതനായത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാന ദഅവതു അബീ ഇബ്രാഹിം, എൻ്റെ ഉപ്പ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനാ ഫലമായിട്ടാണ് ഞാൻ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത്. ആ പ്രാർത്ഥന എങ്ങനെയാണ്? റബ്ബനാ വബ്അസ് ഫീഹിം റസൂല, ഈ സമൂഹത്തിൽ പടച്ചോനെ ഈ ഒരു റസൂലിനെ നിയോഗിക്കണേ. യത്ലു അലൈഹിം ആയാതിക, നിൻ്റെ ആയത്തുകൾ അവർക്ക് ഓതി കൊടുക്കണം. വയുഅല്ലിമുഹുമുൽ കിതാബ്, നിൻ്റെ വേദം അവൻ പഠിപ്പിച്ചു കൊടുക്കണം. വൽ ഹിക്മത, വേദത്തിന് പുറമെയുള്ള നിൻ്റെ അടുക്കൽ നിന്ന് വരുന്ന വിവരവും. വയുസക്കീഹിം, അവരെ സംസ്കൃതരാക്കുകയും ചെയ്യണം. ഇന്നക അൻതൽ അസീസുൽ ഹക്കീം, നീ അജയ്യനും ജ്ഞാനപൂർണനുമാണല്ലോ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിയും. തുടർന്ന് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, വൈദ് ഖാല ഇബ്രാഹിം, നേരത്തെ സൂറത്ത് ഇബ്രാഹിമിൽ നിന്ന് ഉദ്ധരിച്ച ആ ആയത്തുമായി സമാനമായ ആയത്ത് ബഖറയിൽ നിന്ന് നമുക്ക് കാണാം. വൈദ് ഖാല ഇബ്രാഹിമു, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, പടച്ചോനെ ഇത് നിർഭയ രാജ്യമാക്കണമേ. ഈ നാട്ടിനെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുക. അപ്പം നാട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇന്ത്യ രാജ്യം നന്മ പൂർണ്ണമായി ഉള്ളൊരു രാജ്യമായി അതിനെ രൂപപ്പെടുത്തണമേ, നാട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇങ്ങനെ മദീനയ്ക്ക് വേണ്ടി, താൻ താമസിക്കുന്ന മദീനയ്ക്ക് വേണ്ടിയും താൻ ഭൂജാതനായ മക്കയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചത് കാണാൻ കഴിയും. ഹിജ്റ പോകുന്ന സമയത്ത് കഅബാലയത്തിൻ്റെ നേരെ തിരിഞ്ഞ് കണ്ണീർ വീഴ്ത്തിക്കൊണ്ട് പറയുന്നു, പ്രിയപ്പെട്ട മക്കാ, നിന്നോട് എനിക്കൊരു വിരോധമില്ല, നീ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ്, നിന്നോട് എനിക്കിഷ്ടമാണ്. പക്ഷെ നിൻ്റെ ആളുകൾ എന്നെ ഇവിടെ നാട്ടിപ്പുറത്താക്കുന്നു, അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടുന്ന് പോകുന്നത്. അവസരം കിട്ടിയാൽ ഞാൻ തിരിച്ചു വരിക തന്നെ ചെയ്യും എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതും
ആ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചതും ഹദീസുകളിൽ കാണാൻ കഴിയും. അവിടുന്ന് പറഞ്ഞു, ഇന്ന ഇബ്രാഹിം ഹറമ മക്ക. ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ഈ നാട്ടിൻ്റെ പവിത്രതയ്ക്ക് വേണ്ടി, വദആലി അഹ്ലിഹ, ഈ നാട്ടിന് വേണ്ടിയും ഈ നാട്ടാർക്ക് വേണ്ടിയും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ മദീനയെയും ഹറമാക്കുന്നു എന്ന് അവിടുന്ന് പറയുന്നത് ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പോൾ ഇബ്രാഹിം നബി നാട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നിർഭയത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആലോചിച്ച് നോക്കൂ, പരിശുദ്ധ മക്ക, ദജ്ജാലിന് പോലും അവിടെ പ്രവർത്തന സ്വാതന്ത്ര്യമല്ല, മദീനയിലും ദജ്ജാലിനില്ല, പ്രവർത്തന സ്വാതന്ത്ര്യമല്ല. എന്നിട്ട് ഓരോ അറബി പേരിട്ടുള്ള മനുഷ്യന്മാർ അവിടെ കൊണ്ടുപോയിട്ട് ചാവേറ് നടത്തുക എന്ന് പറഞ്ഞാൽ ഓൻ ഏതാ ജാതി, ഓൻ ഏത് മതക്കാരനാണ്? മുസ്ലിമായൊരു മനുഷ്യൻ അത് ചെയ്യുമോ? ഇല്ല, ചെയ്യാൻ സാധ്യതയില്ല, ചെയ്യില്ല. ഇതുപോലെ മക്കയോടൊരു ക്രൂരത മുൻകാലത്ത് ഷിയാക്കൾ ചെയ്തിരുന്നു. അവിടുത്തെ ഹജറുൽ അസ്വദ് ഇല്ലേ, ആ ഹജറുൽ അസ്വദ് കുത്തിപ്പൊളിച്ച് ഇവർ കൊണ്ടുപോയി. കർമ്മത്തികൾ എന്ന് പറയുന്നൊരു കൂട്ടര 23 കൊല്ലം ഹറമിൽ ഹജറുൽ അസ്വദ് ഇല്ലാതെ കഴിച്ചു കൂട്ടേണ്ടി വന്നു. അത് ഷിയാക്കൾ, അതാ ഷിയാക്കളുടെ ക്രൂരത. ഷിയാക്കൾ ഈ പാരലൽ ഇസ്ലാമാണെന്നൊക്കെ പറയാൻ കാരണം, ഇസ്ലാമുമായി ഒരു ബിന്ദുവിൽ പോലും യോജിക്കാത്ത സമാന്തരമായ ഒരു രൂപരേഖയാണ് അവരുടേത് എന്ന് നമ്മൾ പറയാൻ കാരണം. അതുകൊണ്ട് തന്നെ ഈ ഹറമുകളിൽ ചാവേറുണ്ടാക്കുന്നവൻ ഭരണകൂടത്തിനോടുള്ള വെറുപ്പായാലും മറ്റെന്തെങ്കിലും ന്യായം പറഞ്ഞാലും നമുക്ക് അംഗീകരിക്കാൻ നിർവാഹമില്ല എന്നത് തന്നെയാണ് നമുക്കിതിനോട് പറയാനുള്ളത്. എലിയെ പേടിച്ചിട്ട് ഇല്ലം ചൂടുക അല്ല, ഭരണകൂടത്തിനോടുള്ള വിരോധം കൊണ്ട് നിരപരാധികളെ കൊന്നൊടുക്കാനുള്ള ഈ ചിന്താശൂന്യതയോ, അത് മറ്റൊരു വിഷയം. ഞാൻ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ പ്രതിപാദിക്കുന്നില്ല. ഇബ്രാഹിം നബി പറഞ്ഞു, ആമിനായ നിർഭയമായ ഒരു സ്ഥലമാക്കണമേ. വർസുഖ് അഹ്ലഹു മിനസ്സമറാത്തി റിസ്ഖല്ലഹും, പടച്ചോനെ മിനസ്സമറാത്ത് മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഇവിടെ ഈമാനുള്ള, പരലോകത്തിൽ വിശ്വാസമുള്ള ആളുകൾക്കൊക്കെ തിന്നാനുള്ള ഭക്ഷണം, റിസ്ഖ്, ഉപജീവനം നൽകണേ എന്ന്. ആർക്കാ? അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞു. ആർക്കാണത്? അത് ഈമാനും യൗമുൽ ആഖിറിലും പരലോകത്തിലും അള്ളാഹുവിലും വിശ്വാസമുള്ളവർക്ക്. അള്ളാഹു തല തിരുത്തുകയാണ്. കാല വസ്തുതയ്ക്ക് നിരക്കാത്തത് ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. പടച്ച റബ്ബാണ് ഈ കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കുന്നത്. വമൻ കഫറ, ദുനിയാവ് ആണ് താൽക്കാലികമാണ്, ക്ഷണികമാണ്, പരീക്ഷണാർത്ഥമാണ്. അതുകൊണ്ട് തിന്നാൻ കൊടുക്കാൻ അത് എനിക്ക് ന്യായം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ കാഫിരീങ്ങൾക്കും തിന്നാൻ കൊടുക്കും, ദൈവനിഷേധികൾക്കും തിന്നാൻ കൊടുക്കും. പക്ഷേ ഉമ്മത്തെഴുഹു ഖലീല, കുറച്ചൊക്കെ ആസ്വദിക്കാൻ. ദുനിയാവിലെ ജീവിതം കുറഞ്ഞ കാലം, അതിലവർക്ക് ഭക്ഷണം കൊടുക്കണം, അത് ഞാൻ ഏറ്റ കാര്യമാണ്. പിന്നീട് നരക ശിക്ഷയേൽക്കാൻ ഞാൻ അവരെ നിർബന്ധിക്കും. ഇത് ചില പ്രാസംഗികന്മാർ തെറ്റായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട് അതൊന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ വിഷയം. അല്ലാഹു തആല ഇബ്രാഹിം നബിയെ പരീക്ഷിച്ചു. ചില ആൾക്കാരെ ഇബ്രാഹിം നബിയുടെ ഈ വാക്കിനെ തെറ്റായ രീതിയിൽ കിതാബൊന്നും ഓതി പഠിച്ചോലൊന്നുമല്ല, അങ്ങനെ പ്രാസംഗികന്മാരെ, ഞമ്മക്കാണെങ്കിൽ തൊള്ളച്ചോർക്ക് കേട്ടാൽ മതിയല്ലോ, ഇതിന് തെളിവൊന്നുമില്ലല്ലോ. ഇതിനെ തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നു കേരളത്തിലെ ഒരു പ്രാസംഗികൻ. അത് വസ്തുത മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അങ്ങനെ ദ്വാരുന്നില്ലേ, അത് ശരിയായില്ലല്ലോ, അതിൽ വർഗീയതല്ലേ എന്നിങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കുന്നത് കേൾക്കാൻ സാധിച്ചു. പക്ഷെ അങ്ങനെയല്ലത്. എന്താ അറിയോ, ഇബ്രാഹിം നബി അള്ളാഹു തആല പരീക്ഷിച്ചു. വൈദിബ്തല ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ, പലതരം പരീക്ഷണങ്ങളും, അലിഫ് മുതൽ യാ വരെ. അതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ടതുണ്ട്, നാം അതിലേക്കൊന്നും ഇറങ്ങിത്തിരിക്കുന്നില്ല. ഫഅതമ്മഹുന്ന, 100% ഇബ്രാഹിം നബി വിജയിച്ചു, A+. ഖാല ഇന്നി ജാലുക ലിന്നാസി ഇമാമ. അതിൻ്റെ റിസൾട്ട് എന്ന നിലക്ക് അള്ളാഹു ഇബ്രാഹിം നബിയെ അറിയിച്ചു, നീ ജനങ്ങളുടെ നേതാവാണ്, ജനങ്ങളുടെ നേതാവാണ് നീ, ജാലുക ലിന്നാസി ഇമാമ എന്ന് പറഞ്ഞു. ഖാല വമിൻ ദുർരിയതി, നിഷ്കളങ്കനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിൻ്റെ മക്കളുടെയും ആ ഇമാമ് പദവിയിലേക്ക് എത്തിക്കണേ. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഖാല ലാ യനാലു അഹദിൽ ളാലിമീൻ, അക്രമികൾക്ക് ഇത് കിട്ടൂലട്ടോ. ഇത് നേരത്തെ പറഞ്ഞ ആയത്തിന് തൊട്ട് മുകളിൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം
അപ്പോൾ ഈ റിസ്ക്കിൻ്റെ കാര്യത്തിൽ, ഉപജീവനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നു. അതുകൊണ്ട് ഇതാ ഇങ്ങനെ പടച്ചോനെ വമൻ കഫറ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ഈ ഈമാനും അമലുസാലിയാത്തുള്ളവർക്ക് റിസ്ക് കൊടുക്കണേ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആല തിരുത്തി. നേരത്തെയുള്ള ആ പ്രാർത്ഥനയിൽ വന്ന തിരുത്ത് അതുവഴിയാണ് എന്ന് മുഫസ്സിറുകൾ പറയുന്നു. അതുകൊണ്ട് അതിൽ അപാകതയോ അരോചകതയോ ഇല്ല. പടച്ച റബ്ബ് തന്നെയാണല്ലോ ഇബ്രാഹിം നബിയെ നിശ്ചയിച്ചതും പഠിപ്പിച്ചതും. അത് പറയാൻ സാധാരണക്കാരനായ വിവരമില്ലാത്ത പഠിച്ചിട്ടില്ലാത്ത ഒരാൾക്കും അത് വിമർശിക്കാൻ യാതൊരു അവകാശവുമില്ല എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. റബ്ബിനെല്ലാം അറിയാം. അല്ലാഹു അഅലം ബിസ്സവാബ്. എല്ലാം അറിയുന്നവനാണ് റബ്ബ്. അതുകൊണ്ട് അംബിയ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പരിലാളനയും നിർമ്മാണ വൈദഗ്ധ്യവും വഹയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും ഒക്കെയുള്ള പ്രവർത്തന ഫലമായി രൂപപ്പെട്ട ഈ ഏരിയ, പുണ്യങ്ങൾ വിളയുന്ന, മഹത്വങ്ങൾ എമ്പാടും ഒളിഞ്ഞു കിടക്കുന്ന, ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഈ ഭൂമുഖത്തേക്ക് എല്ലായിടങ്ങളിൽ നിന്നും ആളുകൾ പ്രവഹിക്കുന്നു. അത് അന്ത്യനാൾ വരെ തുടരുകയും ചെയ്യും. ഹജ്ജിൻ്റെ കാലശേഷത്തിന് അതിന് പുറമെ ഉംറയും മറ്റാരാധനകളും നിർവഹിക്കുവാൻ അറഫയിലെ നൃത്തം അത് മലക്കുകളെ കാണിച്ചുകൊണ്ട് അള്ളാഹു പറയും, നോക്കൂ അതൊരു പകൽ സന്ദർഭമാണ്, നോക്കൂ എൻ്റെ ജനങ്ങൾ അതൊരു അഭിമാനത്തോടു കൂടി അവർ എന്ത് ചോദിച്ചാലും കൊടുക്കുമെന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങൾ ഓരോന്നോരോന്ന്. അതിൽ പ്രധാനപ്പെട്ടൊരു കേന്ദ്രമാണ് അറഫ. ഇവിടെ അവസാനിപ്പിക്കുന്നു. പടച്ച റബ്ബ് ഈ പുണ്യസ്ഥലങ്ങൾ കാണാനും ആരാധനകൾ നിർവഹിക്കുവാനും നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങളും അപാകതകളും നാഥൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പായി തരുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഒരു നോട്ടീസ് ആഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 15 വരെ നമ്മൾക്കൊരു ക്യാമ്പയിൻ ഉണ്ടല്ലോ, KNM സംസ്ഥാന ക്യാമ്പയിൻ ഭീകരതയ്ക്കെതിരെ. അതിന് ഈ 16 ആഗസ്റ്റ് 27 ശനിയാഴ്ച സെമിനാർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ, കോഴിക്കോട് ജില്ലാ സെമിനാർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ പ്രമുഖന്മാരായ പ്രഭാഷകരും രാഷ്ട്രീയ സാംസ്കാരിക മതരംഗത്ത് അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളും അതിൽ ഹാജരാകും. അതിനോട് സഹകരിക്കണം എന്നുകൂടി ഉണർത്തുകയാണ്. വലൈക്കും